നമ്മൾ വിശ്വാസികളുടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രത്യുത്തരമായി പറയണത് എന്താണ് പറയണത്? കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശ്വാസികളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ കൊറോസുസ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ പ്രത്യുത്തരമായിട്ട് സഭ പറയണത് എന്താണ്? കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പക്ഷേ ഉടമ്പടിയിൽ വരുമ്പോൾ പ്രാർത്ഥന രണ്ടായിട്ട് തിരിയുകയാണ്. അതായത് ചെയ്യുന്ന പ്രാർത്ഥനയായിട്ടത് മാറും. കർത്താവ് ഉടമ്പടി സ്ഥാപിച്ചപ്പോൾ ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ എന്നാണ് പറഞ്ഞത്, അല്ലേ? പ്രാർത്ഥന കേൾക്കാനല്ല പറഞ്ഞത്. ഉടമ്പടി പ്രാർത്ഥനയല്ല ശരിക്കും പറഞ്ഞത്, അത് ചെയ്യണ ഒരു പദ്ധതിയാണ്. ഇപ്പോൾ നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം വായിക്കുമ്പോൾ കർത്താവ് പാനപാത്രം എടുത്തിട്ട് എന്താ പറഞ്ഞത്? ഇത് പുതിയ നിയമത്തിലെ എൻ്റെ ഉടമ്പടിയാകുന്നു, അല്ലേ? 2:20 ലൂക്ക 2:20. അത് ഉടമ്പടിയാകുന്നിട്ട് ഉടമ്പടി എന്താ ചെയ്യേണ്ടത്? ഉടമ്പടി ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അതാണ് 2:19. ഉടമ്പടി ചെയ്യണത് എങ്ങനെയാണ്? അപ്പോൾ ചൊല്ലുക, ചെയ്യുക പ്രാർത്ഥനയുടെ 2 രൂപങ്ങളാണ്. നമ്മൾ സന്ധ്യയ്ക്ക് പ്രാർത്ഥന എന്താ പറയണത്? എന്നൊക്കെ പ്രാർത്ഥന ചെയ്യാവുന്നതാണോ പറയണത്? അല്ല, പ്രാർത്ഥന ചൊല്ലാവുന്ന പറയും. അപ്പം അത് ചൊല്ലണ പ്രാർത്ഥനയാണ്. പിന്നെ ഹെവി ഡ്യൂട്ടി ആണെങ്കിൽ ചൊല്ലലേ നിൽക്കത്തില്ല കാര്യങ്ങൾ. ഹെവി ഡ്യൂട്ടി ആണെങ്കിലേ, ഇപ്പം രാവിലെ ഞാൻ കാപ്പി കുടിച്ചിറങ്ങുമ്പോൾ ഒരു മോളെ കണ്ടു. അപ്പോൾ അവൾ പറഞ്ഞു, വെച്ചാൽ എൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ആണെന്ന് ഡോക്ടർ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് എടുത്ത് കളയണമെന്നാണ് ഡോക്ടർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ അവളുടെ വയറെ തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് വയറില്ലല്ലോ എന്ന് പറഞ്ഞ്. എന്താ കാര്യം? അവളുടെ വയറ് ചെറിയ വയറാണ്, 3 മാസത്തെ വളർച്ചയില്ല. അപ്പോൾ അതെന്താ ചെയ്യേണ്ടത്? അത് ഹെവി ഡ്യൂട്ടിയാണ്. കാര്യം ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ള ഒത്തിരിയേറെ കുഞ്ഞുങ്ങളെ മാതാവ് നല്ല ആരോഗ്യമുള്ള മിടുക്കന്മാരായ കുഞ്ഞുങ്ങളായിട്ട് വയറ്റിലിട്ട് വളർത്തി പ്രസവിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആ ചൊല്ലണ പ്രാർത്ഥനയിൽ അവസാനിക്കത്തില്ലത്. അത് നമ്മൾ ഹെവി ഡ്യൂട്ടി വരുമ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യണം? ചെയ്യേണ്ടി വരും. കാര്യം വചനങ്ങളുടെ എല്ലാത്തിൻ്റെയും ഉദ്ദേശം അത് ചൊല്ലലല്ലല്ലോ. എന്താണത്? ചെയ്യണം. ഉടമ്പടി എപ്പോഴും ചെയ്യുന്ന പ്രാർത്ഥനയാണ്. ഉടമ്പടി എപ്പോഴും അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നമ്പർ 2:5 എന്ത് എഴുതിയിരിക്കണത്? അവൻ പറയണത് പോലെ ചെയ്യുവേൻ. അപ്പോഴും ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ അപ്ഗ്രേഡേഷൻ പ്രാപിക്കണമെങ്കിൽ, അതായത് നമുക്കൊരു അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ, ദൈവമായിട്ടുള്ള ബന്ധം അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് പ്രെയർ ഫോം അപ്ഗ്രേഡ് ചെയ്യണം, പ്രാർത്ഥനാരൂപം അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ 4G എന്ന് പറയുന്നു. ഇപ്പോഴേ 5Gയെക്കുറിച്ചാണ് ആൾക്കാർക്ക് ഫോണൊക്കെ ഇറങ്ങാൻ തുടങ്ങി, 5Gയുടെ ഫോൺ. അപ്പോൾ കൂടുതൽ സാധ്യതകളാണ് അതിലുണ്ട്, കൂടുതൽ ഓപ്ഷൻസ് അതിൻ്റെ അകത്തുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഓരോ കാലം ചെല്ലുന്തോറും മൊബൈലിൽ പുതിയ ഓപ്ഷൻസ് വരികയും അപ്ഗ്രേഡേഷൻ വരികയും. ഇതുപോലെ ആധുനിക കാലമായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് പ്രേയറിന് വന്നിട്ടുള്ള അപ്ഡേഷനാണ് ഉടമ്പടിയായിട്ട് കർത്താവ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. കാര്യം നമ്മൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന, അതിൽ ഈ 20% മാത്രമേ ഉടമ്പടിയിൽ പ്രെയറുള്ളൂ. മരിയൻ ഉടമ്പടിയിൽ 20% വെറും 20% മാത്രമേ ചൊല്ലലുള്ളൂ. അതേതാണ്? രാവിലെ നമ്മൾ എഴുന്നേറ്റ് ചൊല്ലണ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, രാത്രി കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ചൊല്ലുന്ന ഉടമ്പടി പ്രാർത്ഥന. അതാണ് ഇതിൻ്റെ അകത്തുള്ള പ്രാർത്ഥന ചൊല്ലൽ. ബാക്കി 80% ചെയ്യലിലാണ് കിടക്കുന്നത്.
ചില വ്യക്തികൾ ഇത് ചൊല്ലൽ മാത്രമായിട്ട് അവസാനിപ്പിക്കുമ്പോൾ ഈ 20%ലാണ് ഈ സാധനം വർക്ക് ചെയ്യണത്. അതറിയണം നിങ്ങൾ. ഉടമ്പടി എടുത്തിട്ട് എല്ലാവരും പറയണത് അയ്യോ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 5 മണിക്ക് എഴുന്നേറ്റ് ചെല്ലണമെന്ന് പറയും. 5 മണിക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയാലും കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലിയാലും ആ ഉടമ്പടി എന്ന് പറയുന്ന പ്രോജക്റ്റിൻ്റെ 20%ആണ് നമ്മൾ കവർ ചെയ്യണത്. ബാക്കി 80% മുഴുവനും ചെയ്യുന്നതിലാണ് കിടക്കുന്നത്. മനുഷ്യൻ്റെ നിത്യരക്ഷയുടെ വിഷയം വന്നപ്പോൾ ഈശോ തന്നെ പ്രേയറിനെ എടുത്ത് അപ്ഗ്രേഡ് ചെയ്ത് എന്ത് ചെയ്തു? അതിനെ ചെയ്യുന്ന പ്രാർത്ഥനയാക്കി മാറ്റി. ചെയ്യുന്ന പ്രാർത്ഥന. അപ്പം ചൊല്ലുന്ന പ്രാർത്ഥനയിൽ നിന്ന് ചെയ്യുന്ന പ്രാർത്ഥനയിലേക്ക് മാറ്റും. അപ്പം ചെയ്യുന്ന വിഷയമാകുമ്പോൾ നമ്മളെപ്പോഴും ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ക്ലാപ്പ് എന്ന് പറഞ്ഞ പത്രം തന്നിട്ടുണ്ടല്ലേ? അപ്പോൾ ആ ക്ലാപ്പ് വായിച്ച് നോക്കണം കേട്ടോ. എന്താണ്? അതായത് ക്ലാപ്പ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ലൈഫ് അസസ്മെൻറ്റ് പേപ്പർ എന്നാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ വിലയിരുത്തലാണ് അതിനകത്തുള്ളത് വരണത്. ഇപ്പോൾ ഞാൻ രോഗിയായിരുന്നു. ഇപ്പോൾ 25-35 വരുന്ന അവസാന ചോദ്യങ്ങളില്ല ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. അപ്പോൾ സ്വാഭാവികമായി 90 ദിവസത്തിനുള്ളിൽ ആരെയൊക്കെ സന്ദർശിച്ചെന്ന് നമ്മൾ ഉടമ്പടി അസസ് ചെയ്യുന്നവരോട് പറയണം. എത്ര സന്ദർശനം നടന്നു എന്ന് പറയുമ്പോൾ അതിന് പോയിൻ്റ് ഉണ്ട്, റേറ്റ് ഉണ്ടെങ്കിൽ ആ പോയിൻ്റ് അവരോട് രേഖപ്പെടുത്തും. പിന്നെ ഞാൻ എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു, അപ്പോൾ അത് ചെയ്യാനുള്ളതാണ്. നമ്മൾ ആർക്കൊക്കെ ഭക്ഷണം കൊടുത്തു? അപ്പോൾ അത് ഭക്ഷണം ഇല്ലാത്ത ആർക്കെല്ലാം ഭക്ഷണം കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ 10 പേർക്ക് കൊടുത്തു, 5 പേർക്ക് കൊടുത്തു എന്ന് പറയും. അപ്പോൾ അതിനൊരു 3 പോയിൻ്റ് കിട്ടും. അതാണ് ക്ലാപ്പ് പേപ്പറിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് ക്ലാപ്പ് പേപ്പർ വെച്ചാൽ അതിപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ ക്ലാപ്പ് പേപ്പർ തന്നുവിടുകയാണ്. കാര്യം എന്താ? നിങ്ങളതനുസരിച്ച് റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. കാര്യം കുറേ നാൾ ഞങ്ങളിങ്ങനെ സഹായിക്കും, പിന്നെ കർത്താവ് നിങ്ങളെ ഓട്ടോമാറ്റിക്കാക്കി നിങ്ങൾ ഉയർത്തിക്കൊള്ളും. ഇത് ഭയങ്കര അപ്ഗ്രേഡ്. കുറച്ച് കഴിയുമ്പോൾ ദൈവദർശനിധിയിൽ നിങ്ങൾക്ക് നല്ല തൂക്കം ഉണ്ടാകും. ദൈവത്തിന് പണ്ട് മുതലേ ഉള്ള ഒരു പരിപാടിയാണ്. എന്താണ് അത്? ക്രൈസ്തവരായാലും അക്രൈസ്തവരായാലും ദൈവം തൂക്കി നോക്കും, അല്ലേ? ഞാൻ തന്നെ തൂക്കി നോക്കിയെന്ന്. മെനെ തെക്കൽ ഉപാർസൻ, ഞാൻ നിന്നെ തൂക്കി നോക്കി. എന്ത് പറ്റി? നീ ഭാരം കുറഞ്ഞവനായി കാണപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് തൂക്കണ പരിപാടി ഉള്ളതാ. നിങ്ങൾക്ക് ഭാരം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഉടമ്പടി അനുസരിച്ച് കൊണ്ട് ഇതുപോലെയുള്ള ദൈവനിവേശന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ ഭാരം കൂടിക്കൊണ്ടിരിക്കും. എൻ്റെ മക്കളെ, ഇത് നമ്മളുടെ കയ്യിൽ കിട്ടിയ അനുഗ്രഹമാണ്. വളരെ മാത്തമാറ്റിക്കൽ പ്രിസിഷനോട് കൂടിയ കാര്യം. നിങ്ങൾക്ക് പിന്നെ ഒന്നും പിന്തിരിഞ്ഞ് നോക്കേണ്ടി വരത്തില്ല. എന്താ കാര്യം? നിങ്ങൾ കർത്താവ് പറഞ്ഞതുപോലെ, ദൈവം പറഞ്ഞ പോലെ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഇപ്പം അക്രൈസ്തവര സഹോദരങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വിശ്വാസപ്രമാണം നിർബന്ധിച്ച് ചെല്ലിക്കത്തില്ല. കാര്യം അത് നിങ്ങളുടെ ഫ്രീഡത്തെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് നിങ്ങളുടെ ഫ്രീഡത്തെ ഞങ്ങൾ മാനിക്കും. പക്ഷേ നിങ്ങൾക്ക് ഒരു വ്യക്തി യേശുവിനെ ഹോണർ ചെയ്തുകൊണ്ട് അവളുടെ സൽപ്രവൃത്തികളിൽ വളരാൻ തീരുമാനിച്ചാൽ ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾ ദൈവവേദനയായി മാറും. ഒരു വ്യക്തി യേശുവിനെ ഹോണർ ചെയ്തുകൊണ്ട് ജീസസ് ചെയ്തുകൊണ്ട് മനുഷ്യത്വ പ്രവർത്തനങ്ങളിൽ, മാനവിക പ്രവർത്തനങ്ങളിൽ വളരാൻ തീരുമാനിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഭാരം ദൈവതിരുസന്നിധി കൂടും. കാര്യം യേശുവിൻ്റെ ഭാരം എങ്ങനെയാണ് കൂടിയത്? ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളെ ഒരു തട്ടിൽ വെച്ചു, അടുത്ത തട്ടിൽ യേശുവിനെ വെച്ചു. ഈ പാപത്തേക്കാൾ കൂടുതൽ കൃപ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ ഈ പാപത്തിൽ നിന്ന് നമ്മൾക്ക് വിടുതൽ ലഭിക്കത്തുള്ളൂ. അപ്പോൾ യേശു എന്നാ ചെയ്തത്? സഹനം കൂടി ഏറ്റെടുത്ത് സ്വന്തം ഭാരം വർദ്ധിപ്പിച്ചു, സ്വന്തം ഗുണനിലവാരം വർദ്ധിപ്പിച്ചു. മനുഷ്യൻ്റെ അവസ്ഥയിലായിരുന്നിട്ട് ദൈവം യേശു 2 തരത്തിലാണ് മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് നിരതദ്രവ്യമായി മാറിയത്.
നമ്മളെ വിലക്ക് വാങ്ങിയെന്നൊക്കെ പൗലോസ് പറയുന്നത് അങ്ങനെയാണ്. അതായത് നിത്യമരണത്തിൽ അകപ്പെടേണ്ട വ്യക്തികളെ യേശു വിലക്ക് വാങ്ങിയത് എങ്ങനെയാണ്? ഒന്ന്, അവൻ പ്രകൃത്യ ദൈവമായിരിക്കവേ, നമ്മൾ ഫിലിപ്പിയർ 2:6-7 വായിക്കുന്ന പോലെ ഒന്ന് പറഞ്ഞ്, അവൻ പ്രകൃത്യ ദൈവമായിരിക്കവേ. ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ തന്നെ താഴ്ത്തിയപ്പോൾ അവൻ തന്നെ താഴ്ത്തിയപ്പോൾ അവൻ്റെ ഭാരം കൂടിയെന്നർത്ഥം ഇല്ലേ? ഒരു ത്ലാസിൽ താഴ്ന്ന് കിടക്കുന്ന ത്ലാസിന് എന്താണ് ഇരിക്കണത്? ഇപ്പോഴത്തെ ഇരിക്കുന്ന ത്ലാസിനേക്കാൾ ഭാരമാണുള്ളതാണ്. കർത്താവിൻ്റെ ഭാരം എങ്ങനെയാണ് കൂടിയത്? നമ്മളെ മുഴുവനും വിലക്ക് വാങ്ങിക്കാൻ വേണ്ടി മാത്രം ഭാരം കൂടിയ എങ്ങനെയാണ്? അവൻ തന്നെ താഴ്ത്തിയപ്പോഴാണ്. കൈയിടിച്ച് കർത്താവിനെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പം നിങ്ങൾ ചോദിക്കേണ്ടത് ഇതാണ്, ഇന്ന് നമ്മൾ വിഷമിക്കുന്ന വിഷമസന്ധികളെ എങ്ങനെ ദൈവത്തിന് ഉൾപ്പെടുത്തി കൃപ ആർജിച്ചുകൊണ്ട് നമ്മളുടെ ഭാരം, നമ്മുടെ ബാർഗെയിനിങ് കപ്പാസിറ്റി, വിലപേശ ശക്തി എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും? ദൈവദൃഷ്ടിന് എങ്ങനെ നമ്മുടെ ഭാരം കൂട്ടാൻ പറ്റും? അതിനാണ് നമ്മൾ എന്ത് ചെയ്യണത്? അവൻ പറയണത് പോലെ ചെയ്യുന്നത്. അവൻ പറഞ്ഞതാണ് ലോകം മുഴുവനും പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അതിന് നമ്മളെന്താ ചെയ്യണത്? മൊബൈൽ എടുത്തിട്ട്, യൂട്യൂബ് എടുത്തിട്ട് ഇത് വചനധ്യാനങ്ങൾ ഷെയർ ചെയ്യും. പണ്ടത്തേനേക്കാൾ എന്ത് ഈസിയാണ്. ആസാമിലും പഞ്ചാബിലും ഒന്നും പോകേണ്ട കാര്യമില്ല. എന്താ? സുവിശേഷ പ്രവർത്തനം നിൻ്റെ വിരൽത്തുമ്പിലാണ്. ഈ ഒരു വിരലുണ്ടെങ്കിൽ എത്രയോ പേരെ കർത്താവിനെ ഒരു ദിവസം അറിയിക്കാം. പക്ഷേ വെറുതെ അറിയിക്കരുത്, പ്രാർത്ഥിച്ചേ അറിയിക്കാവൂ. നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കണം. എങ്ങനെ? കർത്താവേ, ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ഇതാരാണ് ഈ വചനം കേൾക്കണത്, അവർ അങ്ങേ അറിയുവാൻ ഇടയാക്കണം. ഒന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ കർത്താവേ, ഞാൻ മൊബൈലിലെ അങ്ങയുടെ വചന സന്ദേശം ഷെയർ ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന വ്യക്തികളെ അത് സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും അങ്ങയുടെ വചനം കേട്ട് വിശുദ്ധീകരിക്കപ്പെടുവാനും ശക്തീകരിക്കപ്പെടുവാനും ഇടയാക്കണമേ. ശ്രദ്ധിക്കട്ടെ. അപ്പം നിങ്ങളത് പ്രാർത്ഥിച്ചാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പം തന്നെ വചനം എന്തിനാ? മറ്റുള്ളവർ വചനം കേൾക്കണേ എന്തിനാ? വചനത്തിൻ്റെ ഇപ്പം നമ്മൾ മരുന്ന് കഴിക്കണേ എന്തിനാ? നമുക്ക് രോഗം സൗഖ്യമാക്കാൻ. ഇതുപോലെ വചനത്തിന് ചില കഴിവുകളുണ്ട്. എന്താണ്? വചനം വ്യക്തിയെ വിശുദ്ധീകരിക്കും. ഇപ്പം നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന വചനമാണ് യോഹന്നാൻ 15:3, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള, ഏറ്റു പറഞ്ഞേ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനം നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്ന വചനത്തിലൂടെ അവരെ കേൾക്കുമ്പോൾ അവർക്ക് എന്നാ പറ്റും? വചനം കേട്ടാൽ തന്നെ വിശുദ്ധി ഉണ്ടാകും. വിശുദ്ധി ഉണ്ടായാൽ പിന്നെ അടുത്ത നടപടി എന്താണ്? ശക്തി കൂടും, ഭാരം കൂടും. വിശുദ്ധി ഉണ്ടായാൽ പിന്നെ അടുത്ത വചനത്തിൻ്റെ നടപടി എന്താണ്? ശക്തി കൂടും. അതാണ് റോമ 1:16 പറയണത് അല്ലേ? ദൈവവചനം ഏറ്റു പറഞ്ഞ ദൈവവചനം രക്ഷയിലേക്ക് നയിക്കുന്ന യേശുക്രിസ്തുവിന്റെ ദൈവത്തിന്റെ ശക്തിയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ അച്ഛൻ കർത്താവിൻ്റെ അരൂപിയിൽ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഉടമ്പടി നമ്മളെ അപ്ഗ്രേഡ് ചെയ്യണത്, ഭാരം ഉള്ളവരാക്കുന്നത്. അതായത് കൃപയുടെ ഭാരം വെപ്പിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ബലിഷ്ഠമാകണത്. ഉടമ്പടി കഴിഞ്ഞ് കറക്റ്റായിട്ടാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ കപ്പാസിറ്റി വർദ്ധിക്കും. കാര്യം ബൈബിളെല്ലാം കപ്പാസിറ്റി എന്നാണ് പറയണത്.
കഴിവെന്നാണ് പറയണത്. അത് കൃപയായാലും അത് കഴിവാണ് ശരിക്കും. അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം ഇപ്പം യോഹന്നാനില്ലേ അല്ലേ 1:12 എന്താ പറയണത്? ഒന്നേറ്റ് പറഞ്ഞ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. ഏറ്റു പറഞ്ഞ് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. കൈ അടിച്ച് കർത്താവ് നിങ്ങൾ വചനം അവൻ പറയണ പോലെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നാ സംഭവിക്കണത്? ദൈവമക്കളാകാനുള്ള കഴിവ് ദൈവമക്കളാകാനുള്ള കഴിവ് വർദ്ധിക്കുകയാണ്. കാര്യം വിശ്വാസം ചെയ്താണ് കഴിവ് വർദ്ധിക്കണത് നമുക്ക്. അതാണ് 1:12 പറയണത്. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒന്ന് പറഞ്ഞേ, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പം ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറും. അപ്പോൾ സ്വാഭാവികമായിട്ട് ദൈവത്തിൻ്റെ സ്വത്തിൽ നമുക്ക് ഓട്ടോമാറ്റിക്കൽ അവകാശികളാകും. അതാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതെല്ലാം ചെയ്യുമ്പോൾ ഇപ്പോൾ കൃപാസനം പത്രമായാലും ശരി, മറ്റുള്ള മനുഷ്യർക്ക് പ്രാർത്ഥിച്ച് കൊടുക്കുമ്പോഴായാലും നിങ്ങൾ ഓർക്കണം, നിങ്ങളെ കർത്താവ് ഈ മാസം ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും ഈ മാസം ആൾത്താറിൽ പറഞ്ഞ കർത്താവിൻ്റെ വചന വെളിപാടുകളുമാണ് നമ്മൾ കൈമാറുന്നത്. അവർ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ അനുഗ്രഹങ്ങളുണ്ടാകും. പക്ഷെ നമ്മൾ കൊടുക്കുന്ന വ്യക്തികൾ പ്രാർത്ഥിച്ച് കൊടുക്കണം. കാര്യം നമ്മൾ കർത്താവിൻ്റെ അവൻ പറയണത് പോലെ ചെയ്ത് അതനുസരിച്ച് ദൈവമക്കളാകാനുള്ള കഴിവ് നമ്മൾ വർദ്ധിപ്പിക്കുകയാണ്. കാര്യം വിശ്വാസത്തിൻ്റെ പ്രശ്നം ഇപ്പോൾ റോമ 1:12 പറഞ്ഞാൽ എന്താ പറയണത്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. പക്ഷേ വിശ്വാസത്തിനൊരു പ്രശ്നം, വിശ്വാസം എപ്പോഴും ഇങ്ങനെ പരിപൂർണമാക്കപ്പെടണം. അതിനിപ്പോഴും പ്രവർത്തനങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. പ്രാർത്ഥന കൊണ്ട് മാത്രം ഉണ്ടായിക്കൊണ്ട് പറ്റില്ല. വിശ്വാസം എപ്പോഴും എന്താ സംഭവിക്കേണ്ടത്? അത് പരിപൂർണമാക്കിക്കൊണ്ടിരിക്കണം. അത് പ്രവർത്തനം കൊണ്ടാണ്, പ്രാർത്ഥന കൊണ്ടല്ല. യാക്കോബ് 2:22 എടുത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അവൻ്റെ വിശ്വാസം അവൻ്റെ പ്രവർത്തികളെ സഹായിച്ചുവെന്നും ഏറ്റു പറഞ്ഞ് അവൻ്റെ വിശ്വാസം അവൻ്റെ പ്രവർത്തികളെ സഹായിച്ചുവെന്നും വിശ്വാസം പ്രവർത്തികളാൽ പൂർണ്ണമാക്കപ്പെടുന്നുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. വിശ്വാസം പൂർണ്ണമാക്കണം എങ്ങനെയാ? പ്രവർത്തികളിലാ. അതായത് ഉടമ്പടിയിൽ മുഴുവനുള്ള എന്താണ്? വിശ്വാസത്തെ പൂർണ്ണമാക്കാനുള്ള പ്രവർത്തികളാണ്. അത് യാക്കോബ് 2:22 വചനം. കാര്യം വിശ്വാസം വെറുതെ വിശ്വാസം ഉണ്ടായെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ അകത്തിരുന്നിട്ട് ആ വിശ്വാസം 20% വരും. കാര്യം പ്രാർത്ഥന മാത്രമായി പോകും. പല അണ്ണന്മാർക്ക് വരുന്നൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർ ഉടമ്പടി എടുക്കും, പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥനയും ചെല്ലും, വല്ലപ്പോഴൊക്കെ ബൈബിളൊക്കെ വായിക്കും, അല്ലാതെ പ്രവർത്തനങ്ങൾ പകുതി മുക്കാലും കളയും. നിങ്ങൾ അതെന്താ പ്രശ്നം വെച്ചാൽ നമ്മളതിൽ പൂർണ്ണമായിട്ട് താത്വികമായിട്ട് ഒരു കണക്ക് കൂട്ടലോട് കൂടി വിശ്വസിക്കണില്ല. എന്തിനാണ് ഇപ്പോൾ ഈ പ്രവർത്തനമൊക്കെ ചെയ്യണത്? കഴിഞ്ഞ പോലെ ഞാൻ പറയുമായിരുന്നു, അതായത് ഇപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ ആൾക്കാർ കുറവാണ്, ഭയങ്കര കുറവാണ്. അപ്പനും 2 മക്കളും അമ്മയൊക്കെ ഉള്ളൂ അല്ലേ. ഇപ്പം തറവാട്ടി കെട്ടി വന്നാൽ അതൊക്കെ നല്ല പണിയായിരിക്കും. കാര്യം അപ്പനും അമ്മയും പ്രായമായവർ, കിടപ്പ് രോഗികൾ അവിടെ ഉള്ളത്. അപ്പം മാറി താമസിക്കുന്നവർ ഞങ്ങൾ രക്ഷപ്പെട്ടെന്നും പറഞ്ഞിരിക്കുകയാണ്. കാര്യം എന്താണ്? തറവാട്ടിൽ അപ്പനും അമ്മയും കുളിക്കാതെയും തേക്കാതെയൊക്കെ മണവും പിടിച്ച് കിടക്കിയിരിക്കും. അപ്പോൾ അത് അവളുടെ പണിയല്ല. അപ്പൻ്റെ ജീവനാവശ്യം, അമ്മയുടെ ജീവനാവശ്യം ഇളയ മകനെല്ലാം കൈപ്പറ്റി വന്നുകൊണ്ട് നമുക്ക് കൈ ഒഴിഞ്ഞ് വേണമെങ്കിൽ ജീവിക്കാം. പക്ഷെ നീ നല്ല ക്രിസ്ത്യാനിയാണെങ്കിൽ, നല്ല ദൈവ പൈതലാണെങ്കിൽ, ക്രിസ്ത്യാനി എന്നതിനേക്കാൾ നല്ല ദൈവ പൈതലാണെങ്കിൽ നീ തറവാട്ടിൽ പോടും. അപ്പനെ അമ്മ ആരാണ് അകൃതമായി കിടക്കണത്? അവരെ ആരെയും സഹായം വിളിച്ച് കുളിപ്പിക്കണം. അത് അവരുടെ ജോലിയാണ്, എൻ്റെ ജോലിയല്ല.
അവരുടെ ജോലിയാണ് എൻ്റെ ജോലിയല്ല എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ച് വചനം തൂക്കി നോക്കുകയാണ്. ഇപ്പം സാരി നനച്ചിടുന്ന അല്ലെങ്കിൽ ഉടുപ്പ് നനച്ചിടുന്നു നമ്മൾ. ഇപ്പോൾ നമ്മുടെ ഉടുപ്പ് ലക്കാൻ ചെന്നപ്പോൾ കഴിഞ്ഞപ്പോൾ അത് അവിടെ നനഞ്ഞിരുന്ന് മുടയം വെച്ചിരിക്കുകയാണ്. നമ്മളെടുത്ത് വേണമെങ്കിൽ നമുക്ക് പറയാം, ഇത് നമ്മുടെ ഉടുപ്പല്ല, അത് അവരുടെ ജോലിയാണ്, നമ്മളെന്തിനാണ് ചെയ്യേണ്ടത്, നമ്മുടെ ജോലിയൊന്നും അവരാരും ചെയ്യാറില്ല, പിന്നെ നമ്മളെന്തിനാണ് അവരെ സഹായിക്കണത്, അങ്ങനെ ഒരു നിലപാടെടുക്കാം. എൻ്റെ ഉടുപ്പ് ഇതുപോലെ മണയം വെച്ച് കിടന്നിട്ട് ഒരു പന്നിയും നോക്കിയിട്ടില്ല, പിന്നെ എന്തിനാണ് ഞാൻ പോയി വലിയൊക്കെ അതൊക്കെ ചെയ്ത് കൊടുക്കണത്? അത് നിങ്ങളുടെ പഴയ മനുഷ്യനാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങളെ പുതിയ മനുഷ്യനാകും. കാര്യം എന്താണ്? അവർക്ക് വേണ്ടത് ചെയ്യുക മാത്രമല്ല, അത് ചെയ്തത് നിങ്ങളാണെന്ന് പോലും അവർ അറിയിക്കത്തില്ല. കൈ ഇടിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവർ, അപ്പം ഉടമ്പടി ഒരു ബോധപൂർവം ചെയ്യുന്ന ഒരു നടപടിയാണ് ശരിക്കും. എന്തിനാണ്? നമ്മളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ. നമ്മളെ കപ്പാസിറ്റി ഇപ്പം നമ്മൾ 6:63 നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക, ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്ക് ചേർത്ത് ഇല്ലേ? ഇപ്പം മത്തായി ശ്രീഹായുടെ സുവിശേഷം 6:63 അതെന്താണ്? അതും ഇത് തന്നെയാണ്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ റേറ്റിംഗ്, നമ്മുടെ ഭാരം അങ്ങോട്ട് കൂട്ടിക്കഴിയുമ്പോൾ, കഴിവ് കൂട്ടിക്കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാതെ തന്നെ ബാക്കിയുള്ളത് ചേർത്ത് നൽകും. അതാണ് 6:63 മത്തായി ശ്രീഹായുടെ സുവിശേഷം. എന്താ പറഞ്ഞത്? ഒന്ന് പറഞ്ഞേ. നിങ്ങളാദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും. ദൈവരാജ്യത്തിൻ്റെ നീതിയാണ്, ദൈവരാജ്യത്തിൻ്റെ നീതിയാണ്. അല്ലാതെ ദൈവരാജ്യത്തിൻ്റെ നീതി, ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയാണ്. കാര്യം നീതി എപ്പോഴും 2-3 തരം ഉണ്ട് ബൈബിളിൽ. ഇപ്പം മത്തായി ശ്ലീഹായുടെ സുവിശേഷം തന്നെ 5:20 വായിക്കുമ്പോൾ നിങ്ങളുടെ നീതി, ഏറ്റു പറഞ്ഞ നിങ്ങളുടെ നീതി ഫരിസേയരുടെ നീതിയെ അതിലംഘിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിലെ പ്രവേശിക്കുകയില്ല. അപ്പം അതിലംഘിക്കുന്ന നീതിയുണ്ട്. സാധാരണ നീതിയേക്കാൾ അതിലംഘിക്കുന്ന നീതിയുണ്ട്. അതിലംഘിക്കുന്ന നീതി എന്താണ്? പ്രതിഫലം മനുഷ്യരോട് ചോദിക്കാത്ത നീതിയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? പ്രതിഫലം മനുഷ്യരോട് ചോദിക്കാത്ത നീതിയാണ്. ഇപ്പം ചിലപ്പോൾ രോഗികളെ വീട്ടിൽ കിടക്കുമ്പോൾ തോർക്കും, കിടന്ന് കുറക്കട്ടെ, എന്നെ കുറച്ച് പരിപ്പിച്ചിട്ടുള്ളതാണെന്ന് നമ്മൾ പറയും. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിനക്കത് പറയാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? നീ ദൈവവേദനയായി മാറി. പണ്ട് ലോകത്തിൻ്റെ സന്തതിയാകുമ്പോൾ നീ ദൂത്ത് ദസ്, കണ്ണിന് പകരം കല്ല്, കണ്ണ്, പല്ലിന് പകരം പല്ല്, പല രീതി ചെയ്യും. പക്ഷേ ഇപ്പോൾ നീ ആരായി മാറി? നിൻ്റെ കപ്പാസിറ്റി വർദ്ധിച്ചു, ദൈവ പൈതലായി മാറുകയാണ്. ദൈവ പൈതലായി മാറുമ്പോൾ നിനക്ക് എന്താ പ്രശ്നം? നീ ചോദിക്കുന്ന മുമ്പ് തന്നെ നിൻ്റെ ആവശ്യം എന്തെന്ന് നിൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. ആദ്യം നീ ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുവാൻ, ബാക്കിയുള്ളത് ചേർത്ത് നൽകപ്പെടും. അപ്പോൾ ബാക്കിയുള്ളത് എന്താണ്? അത് ചേർത്ത് നൽകപ്പെടാൻ വേണ്ടി. പക്ഷേ പല കാര്യങ്ങളുണ്ടല്ലോ സഹോദരങ്ങളെ, നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മളുടെ കഴിവനുസരിച്ചുള്ള കാര്യമായിരിക്കത്തില്ല. നമുക്ക് ലഭിക്കാനുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ പ്രാർത്ഥന വെച്ചോ. നിങ്ങൾ ഒന്നാമത്തെ കാര്യം എന്ത് വെച്ചു, രണ്ടാമത്തെ കാര്യം എന്ത് വെച്ചു, ഞാൻ എപ്പോഴും നോക്കണത് ഉടമ്പടിയിൽ 5-6 കാര്യങ്ങൾ എന്ത് വെച്ചെന്നാണ് നോക്കണത്. എന്ന് വെച്ചാൽ ഇത് ദൈവത്തിന് പോലും നടക്കില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. അടുത്ത് കിടക്കണ 1/2 ഏക്കർ സ്ഥലം വിലക്ക് മേടിക്കുക. 1/2 ഏക്കർ സ്ഥലം പോയിട്ട് അരപ്പവൻ്റെ കമ്മൽ പോലും ഇട്ടെടുക്കാൻ നമുക്ക് പറ്റണില്ല. പിന്നെ ഇങ്ങനെ 1/2 ഏക്കർ സ്ഥലം മേടിക്കണത് ഒക്കണേ ഒക്കട്ടെ. ഞാൻ 6 കാര്യം എഴുതാൻ അച്ഛൻ പറഞ്ഞില്ലേ, സ്ഥലമുണ്ടല്ല എഴുതിയേക്കാം, ഒക്കട്ടെ. ഈ അവസാനത്തെ കാര്യം 2-3 ഇല്ലേ ഉടമ്പടി വെക്കണ, അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം ശരിക്കും. കാര്യം അത് നിങ്ങൾക്കറിയാം, അത് നിങ്ങളുടെ മെറിറ്റിലുള്ള കാര്യമല്ലെന്ന്. പക്ഷേ അത്യാവശ്യമാണ്. 2 കുഞ്ഞുങ്ങളുണ്ട്, 3 കുഞ്ഞുങ്ങളുണ്ട്, അവർ മാറി താമസിക്കണം, അത്യാവശ്യമാണ്. പക്ഷെ നമുക്കതിൻ്റെ കാരണ പോലും ഇല്ല. ഇപ്പം തന്നെ കടവാ, പിന്നെ നമ്മൾ അത് മേടിക്കണത്. ഇപ്പോൾ തന്നെ കടവാ, പിന്നെ അത് മേടിക്കണത്. അപ്പം അങ്ങനെ വരുമ്പോൾ
അത് പൂർണ്ണമായിട്ടും മെറിറ്റിൽ വർക്ക് ചെയ്യണതല്ല. ഉടമ്പടിയുടെയും ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അത് നമ്മളുടെ എഫെസ്യസ് 2:8 ബൈബിൾ മുഴുവൻ വർക്കൗട്ട് ചെയ്യണത് ഈ ഒരൊറ്റ പ്രിൻസിപ്പിളിലാണ്. ബൈബിൾ മുഴുവനും. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ചില ആൾക്കാർ 20 കോടി കടമുണ്ടച്ചാൽ ഞാനിപ്പോൾ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരികയില്ലേ. അപ്പോൾ ഞാൻ പറയുന്നത് അത്യാവശ്യമാണ് ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 വഴികളുണ്ട്. ഒന്ന് റെയിൽ പാളമുണ്ട്, പിന്നെ അതാകുമ്പോൾ പിന്നെ ഭയങ്കര പാടാണ്, ചോരൊക്കെ തെറിച്ച് അലാപ്പടെ സീനായി പോകുമെന്ന് പറയും. ഇത്രയും കൂടി പറഞ്ഞുകൊണ്ട് പോയ കടലാണ്, അപ്പം എൻ്റെ കുഴപ്പമൊന്നുമില്ലെന്ന്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ അല്ലല്ലോ അച്ഛനോട് പറയേണ്ടത്, ആണോ? അവരവരുടെ അളിയനോട് പറയണമെങ്കിൽ അങ്ങനെ പറയാം, അച്ഛനോട് പറയുമ്പോൾ ഈശോനോട് പറയണ പോലെയാണല്ലേ. അപ്പോൾ അവർക്ക് ആ ഒരു മിനിമം വിശ്വാസം വേണ്ടേ, ഒരു മിനിമം വിശ്വാസം വേണ്ടേ? അവരെവിടെയാണ് പറയണത്, ആരോടാണ് പറയണത്? അവരുടെ ആ വിഷയത്തിലോ ആ 20 കോടിയിലോ അല്ലെങ്കിൽ അവരുടെ ആസ്തികളിലോ ഒരു അഭയവുമില്ലാതെ ആണത് പറയണത്. പക്ഷെ നമുക്കറിയാം, നിങ്ങൾ പൂർണ്ണമായി അത് വിശ്വസിക്കണം. എങ്ങനെ വിശ്വസിക്കും? എൻ്റെ കർത്താവ് ഈ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കും. അവന് ഏതെങ്കിലും വഴിയുണ്ടാകും. കാര്യം അവനെക്കുറിച്ച് പറയണത് ഐസയ്യായുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ സമുദ്രത്തിൽ വഴിവെട്ടണവനാണെന്നാണ്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അതുപോലെ തന്നെ കൊടുങ്കാറ്റ് ജീവിതത്തിൽ നമുക്ക് വരാൻ സാധ്യതയുള്ളതാണ്, അല്ലേ? ജീവിതത്തിൽ വരാൻ പോകുന്ന സാധ്യതയുള്ള എല്ലാ വിഷയങ്ങളെയും കൂടി യേശു പ്രകൃതി ശക്തികളുമായിട്ടാണ് സാദൃശ്യം ചെയ്യിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള പല വിഷയങ്ങളില്ലേ. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നലെ സാക്ഷ്യം പറഞ്ഞത് അമ്മ ക്യാൻസർ മാറ്റിയെന്നാണ് പറഞ്ഞത്. ഉടമ്പടി ചെയ്തപ്പോൾ 4ാം സ്റ്റേജ് ക്യാൻസർ, പിന്നെ സ്കാൻ ചെയ്യുമ്പോൾ ആ സംഭവം അവിടെ ഇല്ല. ഇതുപോലെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ അതെന്തൊക്കെയാണ്? അതിനെ ഈശോ പ്രതീകവൽക്കരിച്ച സംസാരിക്കണത്. അതിന് ചില വിഷയങ്ങളെ കാറ്റായിട്ട് പറയും. ഇപ്പം കാറ്റടിച്ചാലുള്ള കുഴപ്പം എന്താ? കാറ്റടിച്ചാൽ ചിലപ്പോൾ ആ കെട്ടിടം തന്നെ അങ്ങോട്ട് കൊളാപ്സായി പോകും, അല്ലേ? മഴ പെയ്താൽ എന്താ കുഴപ്പം? ഒലിച്ചു പോകും. മഴ പെയ്താൽ ഇപ്പോൾ കാറ്റടിച്ച് കഴിഞ്ഞാൽ പകുതിയെങ്കിലും അവിടെ കിടക്കും. മഴ പെയ്താൽ അവിടെ കിടക്കത്തില്ല, നമുക്കറിയാം. അത് ഒലിച്ചൊഴുകി അവിടെ അടുത്ത നാട്ടിൽ പോകും. നാട് വിട്ട് പോകേണ്ടി വരും നമ്മൾ. നമ്മുടെ വീട് ഒലിച്ചു പോയാൽ എന്തു ചെയ്യും? അത് ഒഴുകിപ്പോകും. അതാണ് ഈശോ പറയണത്. കാറ്റടിച്ചു, മഴ പെയ്തു, പിന്നെ എന്താണ്? വെള്ളപ്പൊക്കം ഉണ്ടായി. ഇപ്പം ജീവിത പ്രശ്നങ്ങൾ ഇപ്പം ഇന്നലെ ദിവസങ്ങളിൽ ഇവിടെ ഇപ്പം എല്ലാ ദിവസവും ഉടമ്പടി ഉണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ പുറത്തോട്ട് ഇറങ്ങും. ഇപ്പം ഈ കോവിഡ് ആയതുകൊണ്ടാണ് അധികം ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാത്തത്. എന്നാലും എനിക്ക് ഇറുക്കപ്രതി ഉണ്ടാകത്തില്ല. ആരെങ്കിലുമൊക്കെ ഭയങ്കര ചീഞ്ഞ് വിഷമിച്ചൊക്കെ നിൽക്കണമെന്നുണ്ടെന്ന് എൻ്റെ മനസ്സിലകത്തിരിക്കുമ്പോൾ തോന്നിയാൽ ഞാൻ ചുമ്മാ പുറത്തിറങ്ങും. അവർ വരും തീർച്ചയായിട്ടും. കർത്താവ് ഇന്ന് സഹായിക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടാകുമല്ലോ, ഇന്ന് സഹായിക്കും. ചിലപ്പോൾ ജസ്റ്റ് ഉടമ്പടിക്കാരായിരിക്കും അവർ. കർത്താവ് അവരെ സഹായിക്കാൻ ചിലപ്പോൾ നിൽക്കുകയായിരിക്കും, പക്ഷേ അവരെ കർത്താവാണ് സഹായിച്ചതെന്ന് അവർക്ക് ബോധ്യം ഉണ്ടാകണ്ടേ. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി വന്നപ്പോൾ ഒരു ചേച്ചി പറഞ്ഞ, അച്ഛാ ഞാൻ ഡൈവേഴ്സിന് കോടതി പോയിരിക്കുകയാണ്, പക്ഷേ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ നീ കിട്ടണമെന്നാണോ ഇത് പറയണതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവൾ പറഞ്ഞ് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല അച്ഛാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നീ മുട്ടേ നിൽക്കാൻ പറഞ്ഞു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലൊരു മനുഷ്യനെ CBI റെയ്ഡ് ചെയ്തപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ വാക്ക്, നാളെ ഞാൻ അച്ഛനെ വിളിച്ചില്ലെങ്കിൽ ഞാൻ അകത്തായിരിക്കുമെന്ന് അച്ഛൻ കരുതിയാൽ മതി, ഈ സിം ഞാൻ ഒടിക്കാൻ പോകണമെന്നാണ് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് ജീസസ് ചേഞ്ച് ദ ഹാർട്ട് എന്ന് പ്രെയർ ചെയ്യാൻ പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു, ജീസസ് ചേഞ്ച് ദ ഹാർട്ട്.
ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്രാർത്ഥന പരിശുദ്ധാത്മാവിൽ നിന്ന് കേൾക്കുന്നത്. കാര്യം താഴെ CBI ഉണ്ട്, അയാൾ 14ാം നിലയിൽ നിൽക്കുകയാണ്, അവർക്ക് കിട്ടണില്ല. അപ്പോൾ ഇയാൾക്കറിയാം, ഇയാൾ ട്രേസ് ഔട്ട് അറിഞ്ഞിട്ടാണ് ഇയാൾ ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കണത്. ഇനി ഇയാളെ കിട്ടത്തില്ല, ഇയാൾ സിം ഓടിക്കാൻ പോയി. എന്നെ ഒന്ന് കാര്യം ഞാൻ അച്ഛനെ വിളിച്ചില്ലെങ്കിൽ ഞാൻ അകത്താണെങ്കിൽ ഈ ലോകത്ത് അച്ഛനെങ്കിലും അറിഞ്ഞാൽ മതിയെന്ന്, അതാണ് അത് ഉദ്ദേശം. അപ്പോൾ ഞാൻ തിരിച്ച് പ്രാർത്ഥിക്കണത് CBI അയാളെ റെയ്ഡ് ചെയ്തല്ലേ, പിടിക്കല്ലേ, നീതി ഉണ്ടാകണമേ എന്നല്ല പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന എനിക്ക് കിട്ടിയില്ല. എനിക്ക് കിട്ടിയ പ്രാർത്ഥന എന്താണ്? ജീസസ് ചേഞ്ച് ദ ഹാർട്ട്. കാര്യം നമ്മളെല്ലാം അനുഭവിക്കണ എവിടെയാണ്? ഹാർട്ടിലല്ലേ. നമ്മളിപ്പോൾ ക്ഷീണമായാലും രോഗമായാലും അനുഭവിക്കണ എവിടെയാണ്? ഹാർട്ടിലാണല്ലേ, ഹൃദയത്തിലാണല്ലേ. നമുക്ക് എന്ത് വന്നാലും, ഇപ്പോൾ കടമായാലും നമുക്ക് പേടി വരും അല്ലേ, ഉത്കണ്ഠ വരും അല്ലേ. രോഗമായാലും നമുക്ക് സങ്കടം വരും, ദുഃഖവും വിഷമവും വരും. പക്ഷേ എന്തായാലും അനുഭവിക്കണ എവിടെയാണ്? ഹാർട്ടിലാണ്. ഈ ഹാർട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ ദൈവം തൊടേണ്ടത്. നമ്മളെപ്പോഴും ആ വിഷയത്തിൽ തൊടാൻ പറയും. പക്ഷേ വിഷയം അനുഭവിക്കണ എവിടെയാണ്? മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിലാണ് അനുഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രെയർ അറിയത്തില്ലായിരുന്നു. ആ സെക്കൻഡിൽ എൻ്റെ മനസ്സിൽ വന്നാണ് ജീസസ് ചേഞ്ച് ദ ഹാർട്ട്, ഹൃദയത്തെ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. പിറ്റേ ദിവസം 11 മണിക്ക് ആ മനുഷ്യൻ തന്നെ എന്നെ വിളിച്ച്, ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന അങ്ങനെ കേട്ടിട്ടില്ല, അങ്ങനെ അതൊക്കെ സിം അടിച്ച് കാണിക്കുവാറ്. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞാണ് ഞാനത് പറയണത്. പക്ഷേ പുള്ളി എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, അച്ഛനെ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്തൊന്നുമില്ലാത്ത ഒരു സന്തോഷം തോന്നി. പിടിക്കട്ടെ, കർത്താവ് ഉണ്ടല്ല എന്നെനിക്ക് തോന്നി. പക്ഷേ എന്നെ പിടിച്ചില്ല അച്ഛാന്ന്. അപ്പോൾ എൻ്റെ മനസ്സങ്ങ് മാറിപ്പോയി അച്ഛാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയെ എന്ത് സംഭവമാണിത്, അയാളുടെ മനസ്സ് മാറിപ്പോയി. പല വിഷയങ്ങളുടെയും വിഷയം എന്ന് വെച്ചാൽ മനസ്സ് മാറിയാൽ മതി നമുക്ക്. ഞാൻ അവരോട് പറഞ്ഞു, നീ മുട്ടനിക്ക്. എന്നിട്ട് ഞാൻ കർത്താവ് കർത്താവ് ഈ കുഞ്ഞിൻ്റെ വിഷമം കൊണ്ട് ആണ് ഇവൾ സഹിക്കാൻ വരാതെ എനിക്കിപ്പോൾ ഡൈവേഴ്സ് വേണമെന്ന് പറയണത്. നിൻ്റെ മനസ്സ് അതല്ലെന്നുണ്ടെങ്കിൽ ഇവളുടെ മനസ്സ് നീ മാറ്റിയെടുക്കണം. കാര്യം ഒറ്റ പ്രെയർ മതി അതിന്, ശരിക്കും പറഞ്ഞാൽ. കാര്യം എന്തുമാത്രം ഇന്നിപ്പോൾ നമ്മൾ ഡൈവേഴ്സിന് വേണ്ടി അപേക്ഷിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. പക്ഷേ എത്രയോ മനുഷ്യർ അതിനേക്കാൾ 10 ഇരട്ടി കാര്യം ഉണ്ടായിട്ട് പോലും കൂടെ ജീവിക്കുന്നവരുണ്ട്, ജീവിത പങ്കാളിയുടെ കൂടെ ജീവിക്കുന്നവരുണ്ട്. അവരെങ്ങനെയാണ് ജീവിക്കണത്? അവർ കൃപയുടെ അഭിഷേകം വാങ്ങിച്ച് ജീവിക്കുകയാണത്. കാര്യം നമ്മളുടെ പ്രാർത്ഥനകളിൽ ചില പ്രാർത്ഥന ദൈവം ഒരിക്കലും കേൾക്കത്തില്ല. കേൾക്കാത്ത കുറേ പ്രാർത്ഥനകളുണ്ട് ശരിക്കും ജീവിതത്തിൽ. നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ല. നമ്മുടെ പ്രാർത്ഥനയിൽ 50% ദൈവം ചില പ്രാർത്ഥനകൾ കേൾക്കത്തില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെ പ്രാർത്ഥന കേൾക്കാത്ത പ്രാർത്ഥനയുണ്ട് എന്ന് നമ്മളോട് പറയണത് ആരാ? ഈശോ തന്നെയാണ് പറഞ്ഞത്. ഈശോയുടെ പ്രാർത്ഥന കേട്ടില്ലല്ലോ, കേട്ടോ? ഈശോയുടെ പ്രാർത്ഥന ഗെത്സേമനിൽ വെച്ച് പ്രാർത്ഥന കേട്ടോ? പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എന്ന് പറഞ്ഞപ്പോഴേ ആ പ്രാർത്ഥനയ്ക്ക് എന്താ മറുപടി കിട്ടിയത്? പാനപാത്രം ആ സഹനം എടുത്ത് മാറ്റിക്കൊണ്ട് ആണ് അതിന് മറുപടി പറഞ്ഞത്? അല്ല. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 18:6 വായിക്കുമ്പോഴും നമ്മൾ പറയും, അവനെ ശക്തിപ്പെടുത്താൻ ഒരു മാലാഖ വന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ നിലവിലിരിക്കുന്ന സഹന സാഹചര്യം മാറിയില്ലെങ്കിലും ദൈവത്തിന് നമ്മളെ ഒരു സെക്കൻഡ് ഓപ്ഷനുണ്ട്. എന്താണ്? നമ്മളെ ശക്തിപ്പെടുത്താനുള്ള, നമ്മുടെ ഹാർട്ടിനെ, ഹൃദയത്തെ അഭിഷേകം ചെയ്യാനുള്ള. ദൈവവേദലേ, നീ എന്തെങ്കിലും കാര്യങ്ങൾ നിനക്ക് സഹിക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ നീ അത് മാറാൻ പ്രാർത്ഥിച്ചോ. പക്ഷെ അതിൻ്റെ കൂടെ നീ പറയണം, അപ്പാ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിലെ അപ്പോഴെങ്കിലും ജീവിതത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായാലും, ജീവിതത്തിൽ കാറ്റൂതിയാലും, മഴ പെയ്താലും പിന്നെ എന്ത് ചെയ്യണം? അതിനൊക്കെ പോംവഴി ഉണ്ടെന്നാണ് ഈശോ പറയണത്. എല്ലാം നിങ്ങൾ സഹിക്കേണ്ട കാര്യമില്ല. പറഞ്ഞാൽ മനസ്സിലായോ? എല്ലാം നിങ്ങൾ സഹിക്കേണ്ട കാര്യമില്ല. ജീവിതത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായാലും,
ജീവിതത്തിൽ കാറ്റൂതിയാലും കൊടുങ്കാറ്റുണ്ടായാലും മഴ പെയ്താലും ജീവിതം ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി പ്രതിവിധികളുണ്ടെന്നാണ് ഈശോ പറയണത്. അതെന്താണ്? ഉടമ്പടിയാ. അതെന്താണ്? ഉടമ്പടിയാ. നമ്മളെ ഉടമ്പടി എന്താ പറയണത്? അവൻ പറയണത് പോലെ അവർക്ക് വീഞ്ഞില്ല, സമാധാനമില്ല, രോഗമില്ല, രോഗമാണ്, മക്കളില്ല, വിവാഹം ഒക്കണില്ല, ജോലിയില്ല എന്നൊക്കെ പറയുമ്പോഴേ ഇല്ല ഇല്ല എന്ന് ഈശോയോട് പറഞ്ഞാൽ, പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് അമ്മയോട് പറയും എന്താണ്? ഇല്ലാത്തതെല്ലാം ഉണ്ടാക്കാം, എന്ത് ചെയ്യണം? അവൻ പറയണത് പോലെ ചെയ്യാൻ പറയും. അതും ഒരു മരിയൻ ഫോർമുല അല്ല, നമുക്കറിയാം. അത് അനാദികാലം മുതൽ മനുഷ്യനും ദൈവവും തമ്മിൽ കണ്ടുമുട്ടിയ കാലം മുതലുള്ള ഒരു ദൈവിക ഫോർമുലയാണ്. നിവൃത്തിയില്ലാത്ത ദൈവപൈതങ്ങളെ നിലനിർത്താൻ വേണ്ടിയുള്ള ദൈവ സംവിധാനമാണ്. എന്താണ്? എൻ്റെ വചനം കേൾക്കുകയും, ഏറ്റു പറഞ്ഞേ, എൻ്റെ വചനം കേൾക്കുകയും. ഇപ്പം മത്തായിയുടെ സുവിശേഷം 7:24 അല്ലേ? മത്തായിയുടെ സുവിശേഷം 7:24 എന്താ പറയണത്? എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ തന്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. അപ്പൊ എൻ്റെ വചനം കേൾക്കുകയും മത്തായി 7:24 അല്ലേ? എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ തന്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. എന്ന് വെച്ചാൽ എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും എന്ന് വെച്ചാൽ അവൻ പറയണത് പോലെ ചെയ്താൽ ആരാണവൻ? ഈസ് എൻ ഇൻ്റലിജൻ്റ് മാൻ. അവൻ ആരാണ്? ഈസ് എ വൈസ് മാൻ. ബുദ്ധിമാനായ മനുഷ്യനാണ്. ഉടമ്പടി എടുക്കുന്നവരാരാണ്? ബുദ്ധിമാന്മാരായ മനുഷ്യരാണ്. അല്ലാത്തവന്മാർ പൊട്ടന്മാരാണ്. വരിക, ഞാൻ അച്ഛൻ കയ്യിൽ നിന്നിട്ട് പറഞ്ഞിട്ടില്ല. നിങ്ങളാ വചനം നോക്കിയാൽ മതി. 7:24 മത്തായിയുടെ സുവിശേഷം എന്താ പറയണത്? എൻ്റെ വചനം കേൾക്കുകയും, ഏറ്റു പറഞ്ഞേ, അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ തന്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. എന്ന് വെച്ചാൽ അവൻ പറയണത് പോലെ ചെയ്യുന്നവൻ ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. എന്ന് വെച്ചാൽ ഉടമ്പടി പ്രകാരം ഡോ ദിസ് ഇൻ മെമ്മറി ഓഫ് മീ, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നവൻ. നമ്മൾ എന്ത് ചെയ്താലും അവൻ്റെ ഓർമ്മയ്ക്കായിരിക്കും, ഒരു സംശയമില്ല. ഏത് സകലം ദൈവപൈതലേ നീ ഏറ്റെടുക്കുന്നുവോ, ഇറ്റ് ഈസ് ഇൻ മെമ്മറി ഓഫ് ഹിം. അവൻ്റെ നാമത്തിലായിരിക്കും, അവൻ്റെ ഓർമ്മയ്ക്കായിരിക്കും. അത് നിങ്ങളെ ശക്തിപ്പെടുത്തും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് അപ്പം നിങ്ങൾ തീഷ്ണതയുള്ള ആൾക്കാരായിട്ട് മാറണം. സുവിശേഷ പ്രവർത്തനങ്ങളിൽ തീഷ്ണതയുള്ളവർ. ഇപ്പം നിങ്ങൾക്കറിയാമോ, കൃപാസനത്തിൽ ഈ ലോക്ക്ഡൗൺ ഒന്നും നമ്മളെ ബാധിച്ചില്ല. എന്താ? കർത്താവ് എല്ലാ ദിവസവും തന്നെ പുതിയ പുതിയ ശുശ്രൂഷകൾ തന്നു. ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യർ ഈ ലോക്ക്ഡൗണിലെ കർത്താവിൻ്റെ വചനം കേട്ട് വളർന്നു. ഞങ്ങളാണെങ്കിൽ ആൾത്താർ അടച്ചിട്ടില്ല. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഇത് റൺ ചെയ്യണമെങ്കിൽ 6 ലക്ഷം 5.5 ലക്ഷം രൂപ വേണമായിരുന്നു. സ്റ്റാഫിൻ്റെ ഇവിടുത്തെ മുഴുവൻ മെയിൻ്റനൻസും ചിലവും എല്ലാം കൂടി. ഒരു ശസ്ത്രക്കാഴ്ച പോലും ഇല്ലാതെ ഈ ഒരു കൊല്ലം മുഴുവൻ കർത്താവ് വഴി നടത്തിയില്ലേ? ആടെ മുമ്പിലും കൈ നീട്ടാതെ, സാമ്പത്തികമായ വിഷയം സംസാരിക്കാതെ കർത്താവ്. അതെന്താ? തീഷ്ണതയാണത്. എന്താണ് കാര്യം? എല്ലാ കൊറോണയ്ക്കും മുകളിലാണ് നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ്. പണത്തിന് വേണ്ടിയോ അല്ല. അത് കഷ്ടപ്പെടേണ്ടി വന്നാൽ തന്നെയും കഷ്ടപ്പെട്ടായാലും ശരി, ഈ അനുഗ്രഹത്തിൻ്റെ വാതിൽ ജനങ്ങളുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കും. അമ്മ എന്തുമാത്രം ശുശ്രൂഷ തന്നു. ഗൂഗിൾ മീറ്റ് തന്നു, വീട്ടിലൊരു സക്രാര് തന്നു, എത്ര അതിനിങ്ങനെ ജനങ്ങൾ. ഇനി ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനിടയ്ക്ക് ഒക്ടോബർ മാസം അഖണ്ഡ ജപമാല റാലി പ്രഖ്യാപിച്ചു. ദൈവമേ, ഞാൻ നോക്കിക്കുമ്പോൾ സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ മല പോലെ ഉയർന്നു തന്നെ. ഒരു ദിവസം 1200 പേരാണ് സബ്സ്ക്രിപ്ഷൻ എടുത്തത് അഖണ്ഡ ജപമാല റാലിക്ക്.
എന്താ ഞങ്ങൾ ചെയ്തത്? അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് വന്ന് 24 മണിക്കൂറും ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. വേറെ ഒന്നും ചെയ്തില്ല. ലോകത്തിനെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട്. അതെന്താണ്? അത് തീഷ്ണതയാണ്. ഒരു കൊറോണയ്ക്കും ജീവിതത്തിൻ്റെ ഒരു രോഗത്തിനും, ലോകം മുഴുവൻ ലോക്ക്ഡൗൺ ആയാലും ദൈവത്തിൻ്റെ വാതിൽ ലോക്ക്ഡൗൺ ആകരുത്. എന്താ കാരണം? അതുപോലെ പ്രേക്ഷിത തീഷ്ണത നിങ്ങൾക്കുണ്ടാകണം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അല്ലാതെ ഒരു പ്രശ്നം വന്നു, ഇപ്പം ചില കാര്യങ്ങൾക്ക് ഇത്തിരി താമസിക്കും. ഇനി പച്ച മലയാളത്തിൽ പറയാം, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കത്തില്ല. കാര്യം എന്താണ്? അത് ഉടമ്പടിയുടെ ഭാഗമാണ്. ചില കാര്യങ്ങൾ നടക്കത്തില്ല. കാര്യം ഇവിടെ ഈ അൾത്താറയിൽ ഈ മാർച്ച് മാസം ആദ്യകാലങ്ങളിൽ 54 വയസ്സുള്ള ചേട്ടൻ്റെ കല്യാണം നടന്നിട്ടുണ്ട്. അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റണില്ല. 50-47 വയസ്സുള്ള ഒരു ചേട്ടത്തിനെ കല്യാണം കഴിച്ച് സാക്ഷ്യം പറഞ്ഞു. ഈ അൾത്താറയിൽ 25 വർഷമായിട്ട് മക്കളില്ലാത്ത ആൾക്കാർ ഈ മാസം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. 25 വർഷമായിട്ട് അവർക്ക് മക്കളില്ല. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് മക്കളെ കിട്ടി. എങ്ങനെ കിട്ടി? സ്വാഭാവികമായി ശരീരത്തിന് മക്കളെ ഉണ്ടാക്കാനുള്ള യാതൊരു കഴിവുമില്ല. പക്ഷേ അമ്മ അവരെ അനുഗ്രഹിച്ചു. അപ്പോൾ എന്ത് സംഭവിക്കുന്ന ഒരൾത്താറയാണ്. പക്ഷേ അതേസമയത്ത് ഞാൻ നിങ്ങളോട് പറയുന്നു, ചില കാര്യങ്ങൾ ദൈവം റിസർവ്ഡായിട്ട് വെക്കും. അതുമേ കയറി എപ്പോഴും മാന്തിക്കൊണ്ടിരിക്കരുത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ചില കാര്യങ്ങൾ റിസർവ്ഡായിട്ട് വെക്കും. നേരത്തെ പറഞ്ഞ പോലെ കർത്താവിനും ചില കാര്യങ്ങൾ നടന്ന് കിട്ടിയില്ല. അപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? എന്നെ ശക്തിപ്പെടുത്തിയാൽ മതിയെന്ന് പറഞ്ഞു. എന്നെ അതാ 18:6 നമ്മൾ വായിച്ചില്ലേ കുറച്ച് മുമ്പ്? സത്യമെങ്കിൽ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എന്ന് പറഞ്ഞപ്പോഴേ കർത്താവ് അപ്പോസ്തലന്മാരോടൊക്കെ പറഞ്ഞു, നിങ്ങളൊന്ന് എഴുന്നേറ്റിരിക്കെ 10 മനുഷ്യൻ്റെ കൂടെ ഒന്ന് അറിയണ്ടായിരിക്കും, പേടിയാണെന്നൊക്കെ പറഞ്ഞ്. മാനുഷികമായിട്ട് മരണം മുമ്പിൽ വരുമ്പോൾ ആർക്കായാലും ആ മാനുഷിക സ്വഭാവം കാണിക്കും. പക്ഷേ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ആ മാനുഷിക സ്വഭാവത്തിൻ്റെ മേലെ കർത്താവിൻ്റെ അരൂപി ഇറങ്ങി വന്ന്, ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വന്നപ്പോഴേ അവൻ എഴുന്നേറ്റ്. ഒരു ഡെഡ് ബോഡി പോലെ ചോര കുളിച്ച് കിടന്ന ആൾ പെടയെന്നിങ്ങനെ എഴുന്നേക്കും. എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹും ഡു യു സീക്ക്? നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ജീസസ് ഓഫ് നാസറത്ത്, ദാറ്റ് ഈസ് ഐ ആം. ഞാൻ നസറായൻ യേശുവിനെ അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോഴേ അത് ഞാനാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം. ആ ചങ്കൂറ്റമാണ് ദൈവത്തിൻ്റെ ശക്തി. ദൈവവേദനേ, ചില സമയത്ത് നിൻ്റെ ഒരു ഭൗതികവും പദാർത്ഥമാത്രമായ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിനക്ക് സ്വർഗീയമായ ചങ്കൂറ്റവും കരുളുറപ്പനും നിന്നെ അഭിഷേകം ചെയ്യാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. കൈയടിച്ചു കൊടുത്ത ആസോടെ ഹല്ലേലൂയ. അതായത് ചില പ്രാർത്ഥനകൾക്ക് ഇതുപോലെ ഉത്തരം താമസിക്കുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു വാക്കുണ്ട് ചില പ്രാർത്ഥനയ്ക്ക്. കാര്യം അറിയാമല്ലോ, ഇപ്പോൾ ഈശോ എന്നാ ചെയ്തത്? നമുക്ക് ലഭിക്കാത്ത പ്രാർത്ഥന എന്താ ചെയ്തത്? ഈശോ സമർപ്പിച്ചു കഴിഞ്ഞു. എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. അപ്പോഴെന്താ പറ്റിയത്? ശക്തിയുടെ ഒരു മാർഗം എന്താണ്? സമർപ്പണമാണ്. ദൈവശക്തിയുടെ ഒരു മാർഗം എന്താണ്? സന്മനസ്സോടെയുള്ള സമർപ്പണമാണ്. അങ്ങനെ സമർപ്പിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, സർവൈവ് ചെയ്യാൻ വേണ്ടി വളരെ പ്രയാസങ്ങളിരിക്കുന്നവർ സർവൈവ് ചെയ്യാൻ വേണ്ടി പരിശുദ്ധാത്മാവ് പറയുന്ന വേറൊരു വാക്കുണ്ട്. എന്താണ്? നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നമ്മളെ ഹെബ്രായ ലേഖനം 10:35, ഹെബ്രായർ 10:35 എന്താ പറയണത്? ഏറ്റു പറഞ്ഞ നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ മനസ്സിടരരുത് എന്നർത്ഥം. ഒരു വിഷയം ഇപ്പോൾ 6 ഒരു കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സ് ഇടരരുത്. എന്താണ് കാര്യം മനസ്സിടരണ്ടെന്ന് പറയാൻ കാര്യം? ഹെബ്രായർ 10:35 എന്താ പറയണത്? അതിൻ്റെ താഴെ പറയുന്നുണ്ട്. അതെന്താണ്? നിങ്ങളുടെ ആത്മധൈര്യമില്ലേ, കാര്യങ്ങൾ കിട്ടാഞ്ഞിട്ടും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കണ്ണീരിലൂടെ നിൽക്കുന്ന ഒരു ആത്മധൈര്യമില്ലേ? ഇപ്പം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു,
നമ്മളിപ്പോൾ ഉടമ്പടി പുതുക്കിയിട്ടും ചിലർക്ക് മക്കളായില്ലെന്ന് വിചാരിച്ചോ, എന്നിട്ടും നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കുകയാണ്. എന്തിനാ നിൽക്കുമ്പോഴേ, പിതാവേ അങ്ങയുടെ ഇഷ്ടമെങ്കിൽ എനിക്ക് കുഞ്ഞിനെ തരണം, അല്ലെങ്കിൽ എനിക്ക് എന്ത് തരണം? കുഞ്ഞില്ലാതെ ജീവിക്കാനുള്ള ശക്തി തരണം. കാര്യം പല അമ്മമാരുടെയും ശക്തി കളഞ്ഞിരിക്കുന്ന ആരാണ്? കുഞ്ഞുങ്ങളാണ്. സംശയമുണ്ടാ? ഉടമ്പടി ചെയ്തിരിക്കണ മുഴുവാർക്ക് മക്കളുണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരണേ. പല അമ്മമാരുടെയും ശക്തി കളഞ്ഞിരിക്കുന്നത് ആരാ? മക്കളാണ്. പക്ഷെ മക്കളെ കിട്ടാത്തിടത്തോളം കാലം അമ്മമാർ ദൈവം ഏതാണ്ട് അവരോട് വലിയ സങ്കടങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞിരിക്കും. ഒരു കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഹെബ്രായർ 10:35 എന്താണ്? ആത്മധൈര്യം കളയരുത്. എന്താ കാര്യം എന്നറിയാവോ? നിങ്ങളുടെ വിഷയത്തെക്കാൾ വലിയ കാര്യമാണ് വിശ്വാസം. പലപ്പോഴും മനുഷ്യന് സംഭവിക്കണം എന്താ അറിയാവോ? അവൻ്റെ നിങ്ങളുടെ വിശ്വാസം പലപ്പോഴും വിഷയത്തെക്കാൾ ചെറുതായി പോകും. അതാണ് വിഷയം നിങ്ങളെ വിഴുങ്ങണത്. നമ്മുടെ വിഷയം നമ്മുടെ വിശ്വാസത്തെക്കാൾ ചെറുതാകുമെങ്കിലേ സ്വാഭാവികമായിട്ട് നിങ്ങൾ വിശ്വാസിയായി തുടരുന്നത് അർത്ഥമില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ഒരു വിഷയം നിങ്ങളെ വിഴുങ്ങിയെന്ന് വിചാരിച്ചോ? ഒരു മനുഷ്യനെ വിഴുങ്ങേണ്ടത് എന്താണ്? വിശ്വാസമല്ലല്ലോ. വിഷയമല്ല മനുഷ്യനെ വിഴുങ്ങേണ്ടത്. പിന്നെ എന്താണ്? വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങൾ, വിശ്വാസത്തിൻ്റെ ദൈവതിരുസന്നിധി സമർപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങൾ. അതായത് അതിലെന്താ വരണത്? അത് പ്രാർത്ഥന വരും, പിന്നെ പ്രവർത്തനം വരും. എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത, അവൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത അവനെ വിഴുങ്ങിക്കളഞ്ഞെന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ആലയം സകല ജനങ്ങൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. പ്രാർത്ഥന അവനെ വിഴുങ്ങിയെന്ന എൻ്റെ അർത്ഥം. ഒരു കാലത്തൊരു സ്വപ്നം ഞാൻ കണ്ടേ. എന്താ സ്വപ്നം കണ്ടെന്നറിയാവൂ? കുരിശില്ലാത്ത ഒരു സിനിമാ ചാപ്ര. പണ്ടത്തെ സിനിമാ ചാപ്ര ഇല്ലേ, തേർഡ് ക്ലാസ് തിയേറ്റർ, അതുപോലെ പണ്ടാരം വലിയൊരു കെട്ടിടം, ലളിതമായ കെട്ടിടം. ഇതിൻ്റെ മുഖവാരത്ത് ഞാൻ കയറി നിൽക്കണതാണ് സ്വപ്നം. അതിന് കുരിശില്ല, പക്ഷെ അവിടെ ആ മുഖവാരത്തിൽ എഴുതി വെച്ച്, ഓലക്കെട്ടിടമാണേ, ലളിതമായ കെട്ടിടമാണ്. ആ മുഖവാരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഗോഡ്, തിളങ്ങണ അക്ഷരത്തിൽ ഗോഡ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഏതെങ്കിലും ഒരു മതചിഹ്നം ഒരു സ്ഥാപനം പേറുമ്പോഴേ മറ്റുള്ളവരുടെ വേദനയ്ക്ക് അവിടെ പങ്കുവെക്കാനുള്ള വാതിൽ അടയ്ക്കപ്പെടും. അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും. ഇത് പ്രാർത്ഥനാലയമാണോ? അത് മനുഷ്യന്മാർക്കെല്ലാം വേണ്ടിയുള്ളതാണ്. മനുഷ്യന്മാർക്കെല്ലാം അവരുടെ സങ്കടങ്ങൾ ദൈവതിരുസന്നിധിയിൽ കണ്ണീരിടാനുള്ള ഇടമുണ്ടാകണം. അങ്ങനെ ഇടുമ്പോൾ ആ പ്രാർത്ഥനയാണ് നമ്മളെ വിഴുങ്ങിക്കളയേണ്ടത്, വിഷയമല്ല. ഒരു വിഷയം കാരണം നീ അത് നടക്കാത്ത കാരണം നീ പ്രാർത്ഥന മുടക്കി, ഞാനിപ്പോൾ പ്രാർത്ഥിക്കാറില്ല, എല്ലാ ദൈവങ്ങളെയും വിളിച്ചെന്നൊക്കെ പറയും. കിട്ടാവുന്ന എല്ലാ ദൈവങ്ങളെയും വിളിച്ചെന്ന് പറയും. ഇപ്പോൾ ഞാൻ ഒരിടത്തും പോകാറില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? പ്രാർത്ഥന വിഴുങ്ങപ്പെടുന്നു വിഷയത്താൽ. അതേപോലെ നിൻ്റെ നീ പ്രാർത്ഥനയും വിഷയം കൂടി വരുമ്പോൾ ക്രമേണ ഈ വിഷയം നിൻ്റെ പ്രാർത്ഥനയെ ചിലപ്പോൾ വിഴുങ്ങിപ്പോവും. അപ്പോൾ നിൻ്റെ വിശ്വാസി അവിടെ വെച്ച് മരിക്കും, ഒപ്പം ദൈവം നിന്ന് അകന്നു പോയിരിക്കുകയും ചെയ്യും. ജീവൻ പിരിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മരിച്ചു പോകും, കണ്ണടഞ്ഞു പോകും, അല്ലേ? അതുപോലെ വിഷയം വിശ്വാസത്തെ വിഴുങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രാർത്ഥന മരിക്കും, ദൈവം അകന്നു പോകും. അപ്പോൾ നീ എപ്പോഴും ചെയ്യണം, ഒരു കാരണവശാലും എൻ്റെ വിഷയം ഒരിക്കലും എൻ്റെ വിശ്വാസത്തെ വിഴുങ്ങരുത്. മറിച്ച് എന്ത് ചെയ്യണം? വിശ്വാസം വിഷയത്തെ വിഴുങ്ങണം.
വിശ്വാസം വിഷയത്തെ വിഴുങ്ങണം. അപ്പോഴെന്താണ്? മഴ പെയ്തു, കാറ്റടിച്ചു, വെള്ളപ്പൊക്കമുണ്ടായി, അത് ഭവനത്തിന്മേൽ ആഞ്ഞരച്ചു, അത് വീണ് പോയില്ല. എന്താ കാര്യം? അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എന്താണ് പാറ? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുന്നത്. ഇപ്പം അമ്മയെക്കുറിച്ച് റെഫർ ചെയ്യുന്ന എല്ലാ സമയങ്ങളിലും ഈശോ പറയും, ആരാണ് എൻ്റെ അമ്മ എന്ന് ചോദിച്ചിട്ട് പറയണത് എന്താ? ഉടമ്പടിയുടെ കൈയും കാലും വെച്ച രൂപമാണ് എൻ്റെ അമ്മയെന്ന് പറയും. ആരാണ് എൻ്റെ അമ്മയെന്ന് ചോദിച്ചിട്ട് ഈശോ എന്നാ പറയണത്? ഉടമ്പടിയുടെ കൈയും കാലും വെച്ച രൂപമാണ് എൻ്റെ അമ്മ. എന്താ കാര്യം? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നയാൾ. ദൈവവേദനേ, ഇതെല്ലാം വല്ലതും സുവിശേഷത്തിലുണ്ടോ? ഈ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് പുതിയ പുസ്തകത്തിന് 17 അധ്യായങ്ങളാണ്. ഒരു പക്ഷേ ലോകത്തിലെ സഭയിലുണ്ടായിട്ടുള്ള ഏത് പ്രാർത്ഥനയേക്കാൾ കൂടുതൽ അധ്യായങ്ങളുള്ളത് ഈ ഉടമ്പടി പ്രാർത്ഥനയ്ക്കാണ്. എന്താ കാര്യം? ഇത് ഏറ്റവും ഇഷ്ട ഉടമ്പടിയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള എല്ലാ ജീവിതവും. ആരാണ് എൻ്റെ അമ്മയെന്ന് ചോദിച്ചിട്ട് ഈശോ പറയും, ഉടമ്പടിക്ക് കൈയും കാലും വെച്ച ആളാണെന്ന് പറയും. അവരൊരു ഉടമ്പടിയാണെന്ന് പറയും. 2:19 ഇപ്പം നമ്മൾ വിശുദ്ധ ലൂക്കാൻ്റെ സുവിശേഷം 11:27 വായിച്ചാലും 8:21 വായിച്ചാലും ഒരു വചനമാണ്. എന്താണ്? ആരാണ് എൻ്റെ അമ്മ? ആരാണമ്മ? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അവൻ പറയുന്ന പോലെ ചെയ്യുന്നയാളാണ്. ആരാണമ്മ? അവൻ പറയുന്ന പോലെ ചെയ്യുന്ന ആളിൻ്റെ പ്രതികരണം എന്താണ്? ഹൃദയത്തെ സംഗ്രഹിക്കലാണ് പ്രതികരണം. എന്തെങ്കിലും കാര്യങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിച്ചു പോകുമ്പോൾ പരിശുദ്ധമ്മ, അവൻ്റെ അമ്മ, ആ വിഷയം ഹൃദയത്തിൽ സംഗ്രഹിക്കും. അല്ലാതെ മത്സരിക്കാനോ തട്ടുപിടിക്കാനോ നിരാശപ്പെടാനോ ഇല്ല. കാര്യം എന്താണ്? ഇനി ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8:21, ലൂക്ക 2:19 ആരാണ് എൻ്റെ അമ്മ എന്ന് ചോദിക്കുമ്പോഴേ ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നയാളെന്ന് പറയുമ്പോൾ യോഹന്നാൻ 2:5 അവൻ പറയണത് പോലെ ചെയ്യുന്നതാണ്. അത് മത്തായിയുടെ സുവിശേഷം 2:7-24. മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ? ഔസേപ്പിതാവ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചില്ലേ? കാറ്റടിച്ചില്ലേ? വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ? വീണില്ല. വീണോ? അത് അപ്പാ തന്നെ സെറ്റ് ചെയ്തോളൂ എന്നും പറഞ്ഞുകൊണ്ട് അവർ എലിസബത്തിനെ കാണാൻ പോയി. മേരി, അതൊരു നിലപാടാണ്. ഉടമ്പടി എടുക്കുന്നവൻ്റെ നിലപാട്. കൈ ഇടിച്ച് പ്രിയമുള്ളവരെ, ഇപ്പോഴേ രോഗാവസ്ഥയിലുള്ള എല്ലാ ശരീരങ്ങൾക്കും ശരീരത്തിൽ നിങ്ങളുടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് 10,000 സുഖപ്പെടുത്തിയ സ്ഥലമാണിത്. നീ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കണ്ണുനീരോടെ അമ്മ നിനക്ക് വേണ്ടി ദിവ്യകാരുണ്യത്തോട് മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. ആ ബോധം നിനക്കുണ്ടാവണം. ഞാനൊരു മധ്യസ്ഥനായി നടുക്ക് നിൽക്കുകയാണ്, അമ്മയുടെയും ഈശോയുടെയും നടുക്ക്. പണ്ട് ഞാനിങ്ങനെ നിന്ന കാലത്താണ് അമ്മ എൻ്റെ പുറകിൽ വന്ന് നിന്നത്. ചാര ഉടുപ്പിട്ട് സമയഘടികാരം നെഞ്ചി ചാർത്തി ഞാൻ അന്ന് ഈശോയുടെ അടുത്ത് നിൽക്കുകയായിരുന്നു. 2004 ഡിസംബർ 7 അപ്പോഴാണ് അമ്മ പുറകിൽ വന്ന് നിന്നത്. അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്താണ് ഈ ആരാധന ഇപ്പോഴും നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ദൈവവേദന നീ വിശ്വസിക്കണം. നിൻ്റെ ക്യാൻസർ ഉണ്ടെങ്കിൽ ക്യാൻസർ ഉള്ള സ്ഥലത്ത് നിൻ്റെ കൈ വെക്ക്. എന്നിട്ട് അമ്മയോട് പറ, അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായി എന്നെ ഉയർത്താൻ പറ. നിനക്ക് സാമ്പത്തികമായ ബാധ്യതയും കടവുമാണെങ്കിൽ അതിൻ്റെ ഭാരമുണ്ടെങ്കിൽ നിൻ്റെ തലയിൽ നീ കൈവെക്കിപ്പോഴേ. നിനക്കത് മാറാനൊരു വഴി കാണുന്നില്ല എന്നുകൊണ്ടല്ലേ നീ തലയിൽ കൈവെക്കൂ. കർത്താവേ, ഇതിൻ്റെ ഭാരം എനിക്ക് സഹിക്കാൻ പറ്റണില്ല. എനിക്ക് എന്തിന് ഈ കടവെങ്ങനെ പരിഹരിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതിൻ്റെ ഭാരം എന്നെ വല്ലാണ്ട് അലട്ടുന്നു. എൻ്റെ ദേവല ഇപ്പോഴും കണ്ണിൽ നിന്ന് ചോര വന്നുകൊണ്ടിരിക്കുന്നവർ, ചില രോഗങ്ങൾ കാരണം കണ്ണിൽ നിന്ന് ചോര വരും,
കണ്ണിൻ്റെ ഇടത് കണ്ണിൻ്റെ ഇടതുവശത്ത് തടിപ്പുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേ അതുപോലെ തന്നെ ഇങ്ങനെ ഈ പശുവിൻ്റെ മൂത്രസഞ്ചി പോലെ ഇങ്ങനെ വളരുന്ന ഒരു ബലൂൺ പോലെ എന്തോ ശരീരത്തിൻ്റെ ഉള്ളിൽ വളരുന്നു. ചിലപ്പോഴത് മലദൂരത്തിലൂടെയോ മൂത്രാശയത്തിലൂടെ പുറത്തേക്ക് വരുന്നു. ഈ ചിലപ്പോൾ ഗർഭപാത്രം ഇറങ്ങുന്ന അവസ്ഥയാകാം, ചിലപ്പോൾ അരിശസാകാം. ആ വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ സൗഖ്യങ്ങൾ ദൈവം നൽകിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിനെ സ്തോത്രം ചെയ്ത് കർത്താവ് ഇപ്പോഴും ഗർഭാശയ രോഗികളെ, ഗർഭാശയം ഇറങ്ങുന്നവരെ സൗഖ്യപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. അർശസ രോഗികളെ സൗഖ്യപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. കണ്ണിൻ്റെ നേത്ര രോഗികളെ സൗഖ്യപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. കർത്താവ് ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന് വലതുകരം, നിന്റെ തിരുമുറിവാർന്ന് വലതുകരം, നിന്റെ തിരുമുറിവാർന്ന് വലതുകരം ഓരോ മകളുടെ മേലും ഓരോ മകളുടെ മേലും വെക്കണമേ. അടിപ്പിഴപോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി യേശുക്രിസ്തുവിന്റെ നാമത്തിലെ അപവാദത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരീകരണത്തിനായി മാരക രോഗങ്ങളെ, വേദികളെ യേശു നാമത്തിലെ പ്രിയമുള്ളവരെ, നടുവിന് കൈവെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈശോ. നടുവിന് കൈവെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈശോ. എന്തിനാണ്? എല്ലാവരും അല്ല, കിഡ്നി രോഗികളെ, നടുവിന് വേദനയുള്ളവർ, നടുവിന് നീറിറങ്ങി വീഴുന്നവർ, നടുവിൻ്റെ അസ്ഥികൾക്ക് ദ്രവിപ്പുള്ളവർ, കശേരുകൾ ഡിസ്ലൊക്കേറ്റ് ആയവർ ഒക്കെ കൈകൾ വെച്ചുകൊണ്ട് ഇപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണ്. നടുരോഗികൾ, ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. ഈ ചിലപ്പോൾ നടുരോഗം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല, പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ഭർത്താവിനുണ്ടാകാം, അല്ലെങ്കിൽ ഭാര്യയ്ക്കുണ്ടാകാം, അല്ലെങ്കിൽ മരുമകൾക്കുണ്ടാകാം. ഇനിയിപ്പോൾ അവിടെ സുഖപ്പെട്ടിട്ടൊന്നും കാണണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിൽ ദേഷ്യപ്പെട്ടിരിക്കരുത്. നിങ്ങൾ ദൈവപൈതലാണെന്ന് ഓർത്ത് വേണം. ഓരോരുത്തന്മാർ ഒടുങ്ങിക്കിടന്നാൽ പിന്നെ അവരുടെ അത്രയും പത്താസ് കുറച്ച് കണ്ടാൽ മതിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോകപൈതലിനെ പോലെ സംസാരിക്കരുത്. എളിമയോടെ നിൻ്റെ ശത്രുവിനെ പോലെ നീ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇപ്പോഴേ നിൻ്റെ ശത്രുവിനാണ് വിശക്കണമെങ്കിൽ അവന് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ വചനം. അവന് ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ നാളെ നിന്നെ ഉപദ്രവിക്കായിരിക്കും, പക്ഷെ നീ അവനെ ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണ്? നിന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം അവനേക്കാൾ ശക്തനാണ്. അപ്പോൾ നിൻ്റെ ദൈവപൈതൽ നിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ നിൻ്റെ കഴിവ് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, നിൻ്റെ ശത്രുവിനാ നടുവേനെങ്കിലും അവൻ്റെ സൗഖ്യത്തിന്, അവളുടെ സൗഖ്യത്തിന് വേണ്ടി നിൻ്റെ നടുവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഈശോ പറയണു. ശരീരം മുഴുവൻ ഇങ്ങനെ കറുത്ത പാട്, ആദ്യം ചുവന്ന പാട് വരും, പിന്നെ കറുത്ത പാട് വരും, പിന്നെ അവിടെ ചൊറിച്ചിൽ ഇടയ്ക്കിടയ്ക്ക് തുറന്നുകൊണ്ടിരിക്കും. ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവെ, ഇപ്പോഴേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈശോ കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയിലുള്ള നിൻ്റെ സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കർത്താവെ, സഭയിലൂടെ നിൻ്റെ സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താറയിൽ, ആ പ്രത്യക്ഷീകരണത്തിൻ്റെ കാരുണ്യം കാണിച്ച ഈ അൾത്താറയിൽ കർത്താവ് നിന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും കർത്താവ് അടിപ്പിണർ പോലെ, ആഘാതം പോലെ ദൈവികമായ ശക്തി പ്രസരിക്കട്ടെ. മാരക രോഗങ്ങളെ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, തൈറോയ്ഡ് രോഗികളെ തൊണ്ടയിൽ കൈവെക്കുക. തൈറോയ്ഡ് രോഗികളെ തൊണ്ടയിൽ കൈവെക്കുക. പാങ്ക്രിയാസ് രോഗികളെ കരളിൻ്റെ സ്ഥാനത്ത് കൈവെക്കുക. താഴെ ഇടത് നെഞ്ചിൻ്റെ കൂമ്പിന് താഴെ കൈവെക്കുക. ശ്വാസകോശ രോഗികളെ പതിരയിലെ ശ്വാസകോശത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ കൈവെക്കുക. ഹൃദയത്തിന് ശ്വാസം മുട്ടുള്ളവരെ, വാൽവ് ചുരുങ്ങുന്നവരെ, വാൽവ് ബ്ലോക്കായിരുന്നവരെ ഇടത് നെഞ്ചിൽ കൈവെക്കുക. എവിടെയോ ശരീരത്തിൽ പഴുപ്പ് കെട്ടിക്കിടക്കുന്ന വ്യക്തികളെ കർത്താവ് കാണിക്കുന്നുണ്ട്. 6 എന്ന അക്ഷരത്തിലാണ് പേര് തുടങ്ങുന്നത്. ആ വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു.
സ്തുതികട ഹല്ലേലൂയ. യേശു സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. നല്ലവനായ ഈശോ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈശോ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഈശോ ഇപ്പോഴ് കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈശോ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിരാവിൽ മുറിവേറ്റവനെ, മുറിവിലെ ചോര കൊണ്ടും തന്റെ കണ്ണിനെ സുഖപ്പെടുത്തിയവരെ, ആവശ്യമായ രക്തം കർത്താവേ, ഇപ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ ശിരസിലേക്ക് ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, അടയാളത്തിൽ, ദൈവത്തിന്റെ ശക്തിയാൽ മാരക രോഗങ്ങള്, വിരാവേദികള് ഈ നിമിഷം യേശുവിന്റെ നാമത്തിലെ മാറിപ്പോകട്ടെ. ഒത്തിരി മക്കളില്ലാത്ത ദമ്പതികൾക്ക് അമ്മ കുഞ്ഞിനെ കൊടുത്തുള്ള ഇടമാണിത്. അത് സാക്ഷ്യങ്ങളൊക്കെ ഭയങ്കര വിചിത്രമായ സാക്ഷ്യങ്ങളാണ്. ഒരിക്കലും മക്കളെ കിട്ടുകയില്ലെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് അമ്മ കുഞ്ഞിനെ കൊടുത്തിട്ടുണ്ട്. 14 വർഷം, 19 വർഷം, പിന്നെ കൂടി അബോർഷൻ സംഭവിക്കുന്ന വ്യക്തികൾ. നിങ്ങളൊരു പണി ചെയ്യണം മക്കളെ. അതായത് ഈ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കത്തില്ലേ നമ്മൾ, അപ്പോൾ അത് ഭയങ്കര ഡെലിവറൻസ് ടൈമാണ്. അതായത് ഉടമ്പടിയിൽ എന്താ ചെയ്യണത്, കർത്താവ് അച്ഛന് തന്ന പൗരോഹിത്യത്തിൻ്റെ ആ അധികാരത്തിൽ ഞാൻ 35 വർഷം അർപ്പിച്ച കുർബാനയുടെയൊക്കെ യോഗ്യതയിൽ, ശുശ്രൂഷയുടെ യോഗ്യതയിൽ, സർവോപരി പരിശുദ്ധ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലാണ് ആ നേർച്ച വസ്തുക്കളെ ആശീർവദിക്കണത്. ആ ഒരു നേർച്ച വസ്തു പോലും ബൈബിളിൽ ഇല്ലാത്തതില്ല. ഉടമ്പടി തൈലമായാലും ഉപ്പായാലും അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഉടമ്പടി തിരികളായാലും അതെല്ലാം ബിബ്ലിക്കൽ കളേഴ്സ്, ഉടമ്പടി കളേഴ്സാണ്. അപ്പോഴേ അതെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ നിറങ്ങളാണ്. എല്ലാ വാഗ്ദാനവും ദൈവം പാലിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? യേശു കർത്താവാണെന്ന് അതിരത്തെ ഹൃദയത്തിൽ വിശ്വസിക്കണത്, ദൈവം അവനെ മരിച്ചു ഉയർപ്പിച്ചെന്ന് അതരം കൊണ്ട് ഏറ്റുപറയണം. യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ അതരം കൊണ്ട് ഏറ്റുപറഞ്ഞിട്ട് ദൈവനെ മരിച്ചു ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. അതാണ് റോമ 10:9. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ അതാണ്. എന്താണ്? ദൈവം അവനെ മരിച്ചു ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ അവൻ കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയും. നമ്മളെ വിശ്വാസ പ്രമാണത്തിൽ ചെല്ലണത് അതാണ്. വിശ്വാസ പ്രമാണം ചെല്ലാൻ അറിയാൻ പറ്റാത്തവർ ആ റോമ 10:9 10 പ്രാവശ്യം ചെല്ലിയാൽ മതി. ഇത് അനുസരിച്ചാണ് ഈ നേർച്ച വസ്തുക്കൾ. ഇപ്പോൾ ഒരു ദിവസങ്ങളുടെ സാക്ഷ്യം ഉണ്ടായത്, മുറുക്കം പാമ്പ് കിണറ്റ് വീണ്. അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ മുറുക്കം പാമ്പ് കുറവാണ്. പക്ഷെ എന്നാലും അതൊക്കെ വീണുള്ള അവസ്ഥ എന്താക്കി, അത് മാറണില്ല. അതിൻ്റെ തന്നെ എപ്പോൾ കിണറ്റ് നോക്കിയാൽ മുറുക്കം പാമ്പ് കിടക്കണം. അപ്പോൾ എന്നാ ചെയ്യണത്? ഇവർ ഉടമ്പടി തൈലത്ത് ഉപ്പെടുത്തിട്ട് അതിൻ്റെ അകത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിയിടും. അപ്പോൾ എന്നാ പറയണത്? യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയാണ്. അപ്പോൾ എന്നാ പറ്റും? എല്ലാം നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന സാഹചര്യങ്ങളുമെല്ലാം യേശുവിൻ്റെ നാമത്തിൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കും. അങ്ങനെയാണ് ഇതിനൊക്കെ കീഴ്പ്പെടുത്തുന്നത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഉറുമ്പുകൾ, തേൾ, അതുപോലെ തന്നെ ക്ഷുദ്രജീവികൾ, എലി ശല്യം, ചാഴി, ഇതിനൊക്കെ എന്താ ചെയ്യണത്? ഈ ഉപ്പ് കൊണ്ടുപോയി അതിൽ വിലക്കിയിടും. യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് യേശു കർത്താവാണ് അതരം കൊണ്ട് ഏറ്റു പറഞ്ഞ് ദൈവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് വിശ്വസിച്ചാണ് നമ്മളിത് ചെയ്യണത്. അത് തന്നെയാണ് നിങ്ങൾ ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ചെയ്യേണ്ടത്. അല്ല വെറുതെ കൊണ്ടുപോയി തളിച്ചിടരുത്. ഇങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും ഇപ്പം മക്കളില്ലാത്തവർ എന്നാ ചെയ്യണത്? ഉടമ്പടി തൈലം എടുത്തിട്ട് അടിവയറ്റി കുറിച്ചിടുകയാണ്. ആ ഗർഭപാത്രമൊന്നും ഉണ്ടാകത്തില്ല. ഗർഭപാത്രത്തിന് പകരം ചിലവാ ചുമ്മാ ഇങ്ങനെ കൈയുടെ ഇത്രയും പോലും വണ്ണമില്ലാത്തൊരു സഞ്ചി ബലം പിടിച്ചിരിക്കുന്ന ഒരു സാധനമായിരിക്കും ഇരിക്കണത്. അപ്പോൾ ഡോക്ടർ പറയും ഇതിൻ്റെ അകത്തൊന്നും കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല, ഒരിക്കലും ഉണ്ടാകത്തില്ലെന്ന് പറയും. പക്ഷേ അടിവയറ്റി കുടിച്ചിട്ട് കഴിയുമ്പോൾ ഈ സാധനം വികസിച്ച് വരും. കാര്യം അങ്ങനെയാണ് ഈ മക്കൾ വന്ന് സാക്ഷ്യം പറയണത്. 14 കൊല്ലമായിട്ട് മക്കളില്ലാത്തവരും 25 കൊല്ലമായിട്ട് മക്കളില്ലാത്തവരും ചില ഗർഭപാത്രത്തിന് റിജക്ഷനാണ്, തൊട്ട അബോർഷൻ. 5 കുഞ്ഞാ മറ്റേ അബോർട്ട് ചെയ്ത് പോയി. അങ്ങനെ 6ാമത് ഉടമ്പടി ചെയ്ത് ഉടമ്പടി തൈല അടിവയറ്റിൽ ഇട്ട് കുറിച്ചിട്ട് കഴിയുമ്പോൾ
ആ കുഞ്ഞ് ജനിക്കണം. എങ്ങനെ സംഭവം? ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കണം ഉടനെ. സ്വാഭാവികമായി നമുക്കത് കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ ഉടമ്പടി വർക്ക് ചെയ്യണത് ബഡ് ബൈ മെരിറ്റാണ്. ചിലപ്പോൾ മെരിറ്റായിട്ട് ഇപ്പോൾ നിൻ്റെ ഗർഭപാത്രം കട്ടി കുറഞ്ഞതായിരിക്കും. എന്തുകൊണ്ട്? കട്ടി കൂട്ടാനൊന്നും പറ്റത്തില്ല. അത് കാരണം ഗർഭപാത്രത്തിൽ കുഞ്ഞ് കിടക്കത്തില്ല. കൺവെൻഷൻ ഉണ്ടാക്കിയിട്ട് കുഞ്ഞ് പുറത്തേക്ക് ചാടും, അല്ലെങ്കിൽ അത് അബോർട്ടായി പോകും, അല്ലെങ്കിൽ അടന്നു പോകും. ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയിൽ അത് ഇരിക്കത്തില്ല, അടന്നു പോകും. അപ്പോഴെന്ത് ചെയ്യും? ഉടമ്പടി തൈലം വിശ്വാസം ഈ ചെയ്യുന്ന പ്രയോഗിക്കണ രീതികളിലാണ് പ്രശ്നം. പ്രയോഗിക്കുമ്പോൾ എപ്പോഴും ശക്തമായി വെറുതെ നമ്മൾ തലയിൽ എണ്ണ തേച്ച് കുളിക്കാൻ പോലെ ചെയ്യരുത്. ഇത് ഉടമ്പടി തൈല ഒലിവെണ്ണയാണ്. അത് അതിൻ്റെ പാകതയോടെ വെഞ്ചരിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പവർ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിശ്വാസം കൃത്യമായിട്ട് പ്രഖ്യാപിച്ച് വേണം ചെയ്യാൻ. അങ്ങനെ വരുമ്പോൾ അതിന്മേൽ നിൽക്കുക സംഭവം. പിന്നെ അത് ഗർഭപാത്രം ചരിക്കത്തില്ല. അപ്പം അതുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ ഉടമ്പടി എടുക്കുന്നതല്ല. ഉടമ്പടി ഇപ്പോൾ ഉടമ്പടി പുതുക്കി നേർച്ച വസ്തുക്കൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ ഉടമ്പടി എടുത്തവർക്കും തീർച്ചയായിട്ടും ഇതൊന്ന് ഈ തീർത്ഥാടന ഉടമ്പടി എടുക്കാവുന്നതാണ്. ഓൺലൈൻ ഉടമ്പടി എടുത്തവർക്ക് ഇപ്പോൾ കൃപാസനം തുറന്നപ്പോൾ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കാവുന്നതാണ്. പക്ഷേ എന്തെടുത്താലും അതിൻ്റെ പ്രിൻസിപ്പിൾ കീപ്പ് ചെയ്ത് അതിൻ്റെ മെക്കാനിസം എന്താണ്, അതെങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യിക്കണമെന്ന് ടെക്നിക്കലായിട്ട് അറിയണം. അതുകൊണ്ടാണ് ആ പുസ്തകം മേടിച്ച് തറവായിട്ട് വായിക്കണം. അച്ഛൻ്റെ പഴയ പ്രസംഗങ്ങളൊക്കെ കേൾക്കണം. ഓരോരോ കാര്യങ്ങൾക്ക് അതാ കർത്താവ് വെളിപ്പെടുത്തണ ഓരോരോ വചനം. ഇപ്പോൾ ഇന്ന് വചനം പറഞ്ഞില്ലേ, അതുപോലെ ഉടമ്പടി വചനമായത് കാരണം നമുക്ക് ഇവിടുന്നേ കിട്ടത്തുള്ളൂ, ലോകത്തൊരുവിടുന്നും കിട്ടത്തില്ല. കാര്യം അമ്മയുടെ പ്രത്യക്ഷീകരണമായിട്ട് നമുക്കാണ് സ്വർഗത്തിൻ്റെ ഈ ദാനം തന്നിരിക്കുന്നത്. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് കാശ് കയ്യിൽ നിന്ന് പോയും ഈ ഒരു കൊല്ലം മുഴുവനും ഓൺലൈൻ ഉടമ്പടിയും മറ്റ് പ്രാർത്ഥനയുമായിട്ട് നിന്ന കാര്യം. അത് നമുക്ക് ഉത്തരവാദിത്തമില്ലേ? അമ്മ എന്തോ ഒരു ആർദ്രതയോടുകൂടി നമ്മുടെ യോഗ്യത നോക്കാതെ അല്ലേ നമ്മുടെ അൾത്താരയിൽ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ആ ഒരു ബോധമുള്ളത് കൊണ്ട് കഷ്ടപ്പെട്ടത് നിലനിർത്തി ഒരു വർഷം മുഴുവനും. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളത് ചെയ്യുമ്പോഴും ആ പുസ്തകങ്ങളൊക്കെ മറിച്ച് നോക്കി അതെങ്ങനെയാണ് അത് ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കി വേണം. ധൃതിക്കൊന്നും ചെയ്യരുത്. ഇപ്പോൾ ഉടമ്പടി പ്രാർത്ഥന രാവിലെ വൈകുന്നേരം ചെല്ലുമ്പോഴും പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചെല്ലുമ്പോഴും ഈ അതായത് ക്രൈസ്തവരല്ലാത്ത ആൾക്കാർ വളരെ പാകതയോടെയാണ് അത് ചെയ്യണത്. അവർ കുളിച്ച് രാവിലെ ഭംഗിയായിട്ടൊക്കെ കർത്താവിൻ്റെ തിരുസന്നിധി ദൈവ തിരുസന്നിധിയാണ് നിൽക്കുക എന്നുള്ള ബോധം, ഈശ്വരൻ്റെ തിരുസന്നിധിയിലാണ് നിൽക്കണമെന്നുള്ള ബോധമുണ്ട്. അല്ലാതെ പട്ടി എഴുന്നേറ്റ് വന്ന പോലെ 2 കോട്ടുവായി ഇട്ട് പല്ലും തേക്കാതെ വന്ന് ഒപ്പിച്ചുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളല്ല. നിങ്ങൾ മര്യാദക്ക് നേരത്തെ കിടന്ന് ഉറങ്ങി നേരത്തെ എഴുന്നേറ്റ് അതിന് സമയം കണ്ടെത്തി. ആദ്യത്തെ കുറച്ച് ബുദ്ധിമുട്ടേ ഉള്ളൂ, അത് കഴിയുമ്പോൾ പിന്നെ എല്ലാം ഓക്കെയാവും. അപ്പോൾ നിങ്ങൾ സീരിയസ് ആണെന്ന് കണ്ടാൽ ദൈവം സിൻസിയർ ആയിരിക്കും. കാര്യം ദൈവം സത്യസന്ധനാണ്. നിങ്ങൾക്ക് ഒക്കട്ട കിട്ടിയ ഊട്ടി പോയ ചട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയ്യാങ്കളിയാണെങ്കിൽ അതുകൊണ്ടാണ് ഈ പമ്മി കളിക്കണത്. ഷാർപ്പ് ഷൂട്ടർമാർക്ക് ഒരു പ്രശ്നവുമില്ല, അവർ കറക്റ്റായിട്ടാണ്. കാര്യം ഉടമ്പടി ഇതൊരു ഗസ്റ്റ് പ്രെയർ അല്ലല്ലോ, ഇത് ഒരു ഗസ്റ്റ് ചെയ്ത് പറയണ ഒരു പ്രെയർ അല്ലല്ലോ, ഇത് ഒരു റിവീൽഡ് പ്രെയർ അല്ലേ. അത് അപ്പാരിഷൻ്റെ ഭാഗമായിട്ട് വരുന്നതുകൊണ്ട് ഇതിൻ്റെ ബാധ്യത മുഴുവനും അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാൻ സഭയ്ക്ക് അടയാളം കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ ഒരു ആവശ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും വലിയ അടയാളങ്ങൾ നടക്കും. അതുകൊണ്ട് ചെയ്യണവർ വൃത്തിയും മെനയും ഭംഗിയായിട്ടത് കൃത്യമായിട്ട് ചെയ്യണം. എല്ലാവരും മുട്ട നിൽക്കുക. സമാപന ആശീർവാദമാണ്. എല്ലാ ദിവസവും 9 മണിക്കാണ് കൃപാസനം തുറക്കുന്നത്. തുറക്കുന്നത് 7 മണിക്ക് തുറക്കും. എല്ലാ ദിവസവും 7 മണിക്ക് തുറക്കും. നിങ്ങൾക്ക് ഇപ്പം മലപ്പുറത്തുനിന്നും കണ്ണൂരിൽ നിന്നും കാസർഗോഡ് ട്രിവാൻഡ്രമൊക്കെ ചിലപ്പോൾ 3 മണിക്കാണ് ഇവിടെ വണ്ടി വരണത് രാത്രി. ഞാൻ ഇന്ത്യ നോക്കുമ്പോൾ ഒരു സഹോദരി അതായത് അവർക്ക് 23 വയസ്സ് 20 വയസ്സൊക്കെ കാണത്തുള്ളൂ. അവരൊറ്റയ്ക്ക് വന്ന് വെളുപ്പിന് 3 മണിക്ക് ഇറങ്ങിയിരിക്കണം. അപ്പോൾ വാച്ചർ ചോദിച്ചപ്പോൾ മലപ്പുറത്തുനിന്ന് വരികയാണ്. അപ്പോൾ ഈ വണ്ടി കൃപാസനത്തിൽ നിർത്തുവന്ന് ഡ്രൈവറിനോട് ചോദിച്ചിട്ടാണ് ഇറങ്ങണത്. അപ്പോൾ അത്രയും റിസ്ക് എടുത്ത് ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഞങ്ങളിവിടെ നിങ്ങൾക്ക് കട്ടിൽ പായ് കട്ടൻ ചായ എല്ലാം വെച്ചിട്ടുണ്ട്. കാര്യം എന്ത് പരുവത്തിൽ വരും ഉറക്കമില്ലാതെ വരുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അവർക്ക് കിടന്നുറങ്ങാൻ വേണ്ടിയുള്ള സ്ഥലമൊക്കെ എല്ലാം നിശ്ചയിച്ച് സുരക്ഷിതമായിട്ട്
കാര്യം ഇങ്ങനെ ഒത്തിരി പേര് ഇപ്പോൾ ഇന്നലെ മെനയെന്ന് ഇംഗ്ലീഷ് സ്പീക്കിംഗ് അതവർ മംഗളൂരിയൻസാണ്, മലയാളീസ് അല്ല, അവരെല്ലാം ഇംഗ്ലീഷാണ്. അപ്പോൾ അവർ വന്ന് 7 പേര് ഒരു വണ്ടിക്ക് വന്നു ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് ഉടമ്പടി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കണം, അത് ഇംഗ്ലീഷ് ഉടമ്പടി ആരാ കൈകാര്യം ചെയ്ത്. കൗൺസിലിങ്ങിന് പോകുമ്പോൾ ഇംഗ്ലീഷ് കൗൺസിലിംഗ് നടക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് കൗൺസിലിംഗിലേക്ക് പോകണം. ഇതുപോലെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാം ചിട്ടയായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ചെയ്യണത്. കംപ്ലീറ്റ് KCBC തിയോളജിക്കൽ കമ്മീഷൻ ചെയർമാൻ ഇതിൻ്റെ അവതാരികയും അതുപോലെ തന്നെ ഉദ്ഘാടനം അത് പ്രകാശനം ചെയ്യണത് KCBC തിയോളജിക്കൽ കമ്മീഷൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ അത്രയും ഒഫീഷ്യൽ പ്രെയറാണ്. പക്ഷേ അതൊരു പ്രോജക്റ്റ് പ്രെയറാണ്, അല്ല നമ്മളിങ്ങനെ റിസൈറ്റിംഗ് പ്രെയർ അല്ല. പ്രോജക്റ്റ് പ്രെയർ ആയതുകൊണ്ട് 20% അത് ചൊല്ലലും അതുപോലെ തന്നെ 80% ചെയ്യലുമാണ്. ചെയ്യലിലാണ് ഈ പവർ കൂടി വരണത്, നമ്മുടെ കഴിവ് കൂടി വരണത്. അപ്പം അത് സൂക്ഷ്മതയോടെ അനുഷ്ഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും എല്ലാ തിങ്കളാഴ്ചയുമാണ് സാക്ഷ്യം. 14 പേർക്ക് സാക്ഷ്യം പറയാനുള്ള അവസരം ഉണ്ടാകും. 11 മണിക്ക് അവർ വരും. ഉടമ്പടി അവർ സാക്ഷ്യം പറഞ്ഞ് പോകുമ്പോൾ ചിലപ്പോൾ 5 മണിയാകും. അപ്പം മീൽസ് വേണമെന്നുണ്ടെങ്കിൽ സാക്ഷ്യം പറയുമ്പോൾ തന്നെ പറഞ്ഞാൽ മതി, മീൽസ് വേണമെന്ന്. ഇപ്പോൾ അവരുടെ മീൽസിൻ്റെ ചീട്ട് തരും. അത് നോൺ പേയിങ്, ഒന്നും ചെയ്യാനല്ല, നിങ്ങൾ ചോദിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് പണ്ടിവിടെ ഞാൻ എല്ലാവർക്കും കഞ്ഞി കൊടുക്കുമായിരുന്നു. നമുക്ക് ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള പ്രശ്നം ഉണ്ടാകൊണ്ടാണ് നമ്മളത് നിർത്തിയത്. അല്ല വേറെ എനിക്ക് ഭയങ്കര വിഷമമാണ് അത് നിർത്തിയതിൽ. പക്ഷേ ഇതാണ് ഇപ്പോൾ സിറ്റുവേഷൻ. കുറച്ച് പ്രശ്നങ്ങളുണ്ടായി ഇവിടെ, ആ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ആൾക്കാർ ഉന്നയിച്ചത് കൊണ്ടാണ് നമ്മൾ. പക്ഷേ എങ്കിലും നിങ്ങൾ സാക്ഷ്യം പറയാൻ വരുന്നവർ അപ്പം തന്നെ മീൽസ് വേണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അത് കിച്ചണിൽ ഞങ്ങൾ പറയും. നിങ്ങൾക്ക് കാര്യം അവർ പോകണത് 5 മണിയാകും ചിലരൊക്കെ പോകുമ്പോഴേ. പിന്നെ കുഞ്ഞുങ്ങളെ മുലയൂട്ടാനുള്ളവർ അതിന് പ്രത്യേക സ്ഥലം ഇപ്പോൾ വെച്ചിട്ടുണ്ട്. പുതിയ ബിൽഡിങ് ചെയ്തപ്പോൾ അമ്മമാർക്ക് സമാധാനത്തിൽ ഇരുന്നുണ്ട് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാനുള്ള സ്ഥലം, ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഉണ്ട് സ്ഥലം വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഒത്തിരി ഞങ്ങൾ മാനിക്കുന്നുണ്ട്. അവർ തന്നെ രാത്രി വരുന്നവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിലെ കൂടെ വിളിക്കാം, രാത്രിയാണ് വരണമെന്ന് പറയണമെങ്കിൽ അത് അനുസരിച്ച് ഞങ്ങൾ റെഡിയായിട്ട് വെയിറ്റ് ചെയ്യും. കാര്യം ഇവിടെ വന്നൊരു ഉറങ്ങാനുള്ള സമയം കിട്ടും. കാര്യം വന്നാൽ ഉടനെ ചിലർ വന്നിട്ട് ഉടനെ കുളിക്കുകയാണ് ചെയ്യണത്, എന്നിട്ട് ഉറങ്ങും. എന്തായാലും രാത്രി ഉറക്കം നിന്ന് വരികയാണെങ്കിൽ കാര്യം കുറേ അകലെ നിന്നൊക്കെ ആൾക്കാർ വരികയാണ്. അപ്പം സ്വാഭാവികമായിട്ടും പിന്നെ ഈ ചൊവ്വാഴ്ച വരുമ്പോൾ ഞാൻ തോന്നണത് ഒത്തിരി ആളായാൽ നമുക്ക് ബുദ്ധിമുട്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 പ്രെയർ തുടങ്ങും. ഇപ്പം ചൊവ്വാഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെ തുടങ്ങും. കാര്യം നമുക്ക് ആളെ ഈ ഗ്രൂപ്പ് കുറക്കണമെന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു നയമാണ്, കോവിഡിൻ്റെ ഒരു പ്രോട്ടോക്കോളാണ്. അപ്പോൾ ചിലപ്പോൾ തിങ്കളാഴ്ച അനൗൺസ് ചെയ്യും, ഉടനെ അനൗൺസ് ചെയ്യും. കുറച്ച് ഉടമ്പടി കൂടി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആഴ്ച 2 പ്രെയറായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്കും പ്രശ്നമില്ല, ഞങ്ങൾക്കും പ്രശ്നമില്ല. അപ്പോൾ സന്തോഷമായി എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് അമ്മയുടെ സ്ഥിരീകരണത്തിൻ്റെ സാക്ഷിയായി, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ സാക്ഷിയായി എൻ്റെ കുടുംബത്തെ ഉയർത്തണമേ എന്നാണ്. നമുക്ക് ഓൾറെഡി 10,000 സാക്ഷ്യം പറഞ്ഞ് വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ അമ്മയുടെ സാക്ഷികളായി ജീവിക്കുന്ന പ്രൂഡ് പ്രെയറാണ് ഉടമ്പടി. അതുകൊണ്ട് നിന്നെ ചെയ്യണ കാര്യങ്ങൾ വൃത്തിയും ഭംഗിയായിട്ട് ചെയ്ത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശ്വമിശ്ര വാഗ്ദാനങ്ങൾ നിങ്ങൾ യുവരാകുവാൻ കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധനും അനുഗ്രഹിക്കട്ടെ.